ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ പേര് ഫൈസൽ സി എ, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വളരെ സന്തോഷത്തോടെയാണ് നമ്മളുടെ ഫ്രീ വെബിനാറിന്റെ സെഷനുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ചു മാസങ്ങളായി തന്നെ നിരന്തരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള വെബിനാറുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്തു പോകുന്നത്. അതിൽ സൈക്കോളജി, കൗൺസിലിംഗ്, സൈക്കോ തെറാപ്പി, അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്റെ എല്ലാ മേഖലകളും, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ സൗജന്യ വെബിനാറുകൾ നമ്മൾ നിരന്തരമായിട്ട് നടത്താറുണ്ട്. വിംബിൾ സൈസോണിന്റെ കീഴിലായിട്ട് നമ്മൾ സൈക്കോ തെറാപ്പിയുടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സീരീസുകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. ബഹുമാന്യരായ നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി നിസാവ് സാറിന്റെ കീഴിലായിട്ട് നമ്മൾ സൈക്കോ തെറാപ്പിയുടെ ഒരുപാട് സൗജന്യ സെഷനുകൾ നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാം റെക്കോർഡ് വിംബിൾ അക്കാദമി എന്ന നമ്മളുടെ ചാനലിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് പോലെ തന്നെ മെന്റൽ ഹെൽത്ത് മേഖല ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും തന്നെ അറിയാം, സൈക്കോളജി പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഒരു അനിവാര്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. നമുക്ക് ഓരോരുത്തർക്കും സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും പഠിക്കൽ അനിവാര്യതയാണ്. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ വീട്ടില്, പുറത്തേക്ക് പോകണ്ട, നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ സൈക്കോളജിയോ കൗൺസിലിങ്ങോ ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മെന്റൽ ഹെൽത്ത് മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന ഒട്ടനവധി ആളുകൾ, അതല്ലെങ്കിൽ നിരന്തരമായിട്ട് അത്തരം സൈക്കോളജി കോഴ്സുകളിലേക്ക് എൻറോൾ ചെയ്യുന്ന ആളുകൾ കൂടി വരികയാണ്. കാരണം ഏതൊരു മേഖലയെയും സൈക്കോളജിയോട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോ സൈക്കോളജി പഠിക്കുന്നു, കൗൺസിലിംഗ് പഠിക്കുന്നു, പക്ഷേ അതിന്റെ കുറച്ചുകൂടി ഒരു ഇന്നർ ഡെപ്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പലപ്പോഴും സാധിക്കാറില്ല. അതിന് നമുക്ക് നല്ല പ്ലാറ്റ്ഫോമുകൾ ആവശ്യമാണ്. അങ്ങനെയാണ് വിംബിൾ അക്കാദമിയുടെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെ സൈക്കോ തെറാപ്പികളും കൗൺസിലിങ്ങും ഒക്കെ പഠിച്ചെടുക്കാൻ ഉള്ള ഒരു വേദി എന്ന നിലക്കാണ് നമ്മൾ സൈക്കോളജിയുടെ ഈ ഒരു ഡിവിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഒരുപാട് തെറാപ്പികൾ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. സൈക്കോ തെറാപ്പികളിൽ CBT, അതേപോലെ തന്നെ DBT, സൊമാറ്റിക് തെറാപ്പി, പ്ലേ തെറാപ്പി, ആർട്ട് തെറാപ്പി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തെറാപ്പികൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും അതേപോലെ തന്നെ ഏറ്റവും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് തെറാപ്പി പഠിക്കാൻ ഒരു പക്ഷെ എല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നില്ല. 20,000 30,000 ഒക്കെ കൊടുത്തിട്ട്. പക്ഷേ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ച് ഒരു കോൺഫിഡന്റ് ഉണ്ടാവുക എന്നുള്ളത്, നമ്മളെ ഒരു സ്കില്ലിനെ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യുക, നമ്മുടെ നോളജിനെ നമ്മൾ വീണ്ടും അക്വയർ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളിടത്താണ് നമ്മളുടെ വിജയം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഏകദേശം 3000-ലധികം മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ തെറാപ്പികളും അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച കൗൺസിലിംഗ് സെഷനുകളൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ്. അത്രയും ആളുകൾ അതിനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മളെല്ലാവരും അത്തരം മേഖലകളിലേക്ക് കടന്നു വരികയും നമ്മൾ ഓരോരുത്തരും അപ്ഡേറ്റഡ് ആവുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നിരന്തരമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ ഫാക്കൽറ്റി നിസാവ് സർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. വിംബിൾ അക്കാദമിയിലെ പ്രധാനപ്പെട്ട കോഴ്സുകളായിട്ടുള്ള CBT, DBT, അതേപോലെ തന്നെ CBT ഫോർ ചിൽഡ്രൻ, ബിഹേവിയറൽ മാനേജ്മെന്റ് തെറാപ്പി, അങ്ങനെ തുടങ്ങി ഒരു നിരവധി സൈക്കോ തെറാപ്പികളും കൗൺസിലിംഗ് സെഷനുകളും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന നിസാവ് സാറാണ് നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്നത്. സാറിന്റെ നേതൃത്വത്തിലുള്ള CBTയുടെ 16ാമത്തെ ബാച്ച് നാളെ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. 5 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ദിവസം ഫൗണ്ടേഷനും അതിന്റെ അടുത്ത ദിവസങ്ങളിലായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതേപോലെ തന്നെ അങ്ങനെ 4 കേസുകൾ അധികരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഒരുപക്ഷെ ഇതിൽ കുറച്ച് പേരൊക്കെ അതിൽ ജോയിൻ ചെയ്തവരോ അഡ്മിഷൻ എടുത്തവരോ അതല്ലെങ്കിൽ എൻക്വയറി ചെയ്തവരോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ഇൻഫോർമേഷൻസ് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പുകളിൽ പാസ് ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ആർട്ട് തെറാപ്പി അടക്കമുള്ള സ്റ്റുഡൻസ് കൗൺസിലിംഗ് അടക്കമുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിൽ വരും.
താല്പര്യപ്പെടുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. കൂടുതൽ അറിവുകൾ നേടണം, എനിക്ക് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തനാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫാക്കൽറ്റി നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ടോപ്പിക് എന്ന് പറയുന്നത് DBT ഇൻ നാർസിസിക് അബ്യൂസ് ആൻഡ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെഷൻ മനോഹരമായിട്ട് ലീഡ് ചെയ്യാൻ നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നിസാവ് സാർ, പ്ലീസ്. Thank you. Good evening, all. Good evening, sir. Good evening. Good evening. എന്തെല്ലാം വിശേഷങ്ങളൊക്കെ? അടിപൊളിയല്ലേ? നാട്ടിൽ നല്ല മഴയാണ്. നമുക്ക് ഓപ്പോസിറ്റ് ആണ്, ഇവിടെ ചൂടാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരം കാണുന്ന ആളുകളാണ്. സൂസൻ മാമിനെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ കാണുന്നത്, വളരെ സന്തോഷം. പിന്നെ അതുപോലെ രവികല മാം മുമ്പ് കുറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ സാറ് പിന്നെ പന്നായി തന്നെ പരിചയമുള്ള ഒരാളാണ്. ഓക്കെ, ഇനി വളരെ സന്തോഷം. നമുക്ക് ഒരു ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. അപ്പോ ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു PPT. അപ്പോ ഇന്നത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നാർസിസിക്സ് എന്ന് പറയുമ്പോൾ അല്ലെ ഇപ്പൊ NPD. പക്ഷെ നമ്മൾ ഒരുപാട് ഇവിടെ വിംബിൾ അക്കാദമിന്റെ കീഴിൽ തന്നെ വർഷമാമിന്റെ കയ്യിൽ വളരെ എപ്പിസോഡുകൾ പോലെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഒരു സബ്ജക്ട് തന്നെയാണ് NPD. പക്ഷെ ഇതിൽ ആരെങ്കിലും ഒരാൾ കേട്ടിട്ടുണ്ട് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ NPD-യിൽ? ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഒരു അവയർനെസ്, ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? എന്താണ് ഒരു ഗ്യാസ് ലൈറ്റിംഗ്? കേട്ടിട്ടുണ്ടോ? എല്ലാരും കേട്ടിട്ടില്ലേ? മറ്റുള്ളവരെ പഴിചാരുക എന്നുള്ള ഒരു മീനിങ് ആണ് ഗ്യാസ് ലൈറ്റിംഗ്. അത് തന്നെയാണ്. അതെ, യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഇപ്പൊ അടുത്ത കാലത്ത് കുറെ കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് NPD-യിൽ അവരുടെ ഇനിയിപ്പോ റിലേഷൻഷിപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ആ ഒരു വിക്ടിംസ്, അല്ലെങ്കിൽ ആരാണോ ഭാര്യയാണോ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അവര് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വരും ഭയങ്കര സങ്കടത്തോടും ബുദ്ധിമുട്ടോടും കൂടിയാണ് വരുന്നത്. അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ വരുന്ന ആളുകളെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ നമുക്ക് ഇമോഷണലായിട്ട് നമുക്കൊരു DBT ഡയബറ്റിക്കൽ തെറാപ്പിയിലൂടെ, ബിഹേവിയർ തെറാപ്പിയിലൂടെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കണ്ടെത്തുക എന്ന് പറയാം. അപ്പൊ ആ ഒരു ടോപ്പിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് എന്താണ് ഗ്യാസ് ലൈറ്റിംഗ്, ഈ NPD കൊണ്ടുള്ള എഫക്റ്റീവ് എന്താണ് അവർക്ക് ഉണ്ടാവുന്നത്, അത് വിശദമായിട്ട് തന്നെ ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോ മാം പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആളെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ വീട്ടിലെ ഭർത്താവിന്റെ ചിന്തകളെയും യാഥാർത്ഥ്യത്തെയും പൂർണ്ണമായിട്ടും അധപ്പതിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ ചിന്തകൾ അവർക്ക് യാഥാർത്ഥ്യമല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വല്ലാത്ത ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, നമ്മളെ ഒരാളെ പറ്റി, ഈ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ വിക്ടിമിനെ പറ്റിയിട്ട് വെറുതെ അനാവശ്യമായിട്ട് കള്ളം പറഞ്ഞിട്ട് ആളെ ഒരു പബ്ലിക്കായിട്ടും കുടുംബത്തിലൊക്കെ വളരെ രീതിയിൽ മോശപ്പെടുത്തുന്ന ഒരു രീതി. കാരണം ഒരു കാര്യങ്ങൾ വളച്ചൊടിക്കാന്ന് നമ്മൾ പറയാറില്ലേ, അത് വളച്ചൊടിക്കാൻ കഴിവുള്ള ഒരു സൈക്കോളജിക്കൽ ടേംസ് ആണ് ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 1944 ആദ്യമായിട്ട് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ അതില് ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ വളരെയധികം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു. ആ ഒരു ഭാര്യനെ അയാള് വളരെയധികം ഉപദ്രവിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2023 ഹിന്ദിയിൽ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും അത് വലിയ ഫേമസ് ആയിട്ട് വന്നിട്ടില്ല. കുറഞ്ഞ ആ ഒരു രീതി നോർത്ത് ഇന്ത്യയിലൊക്കെ ഓടി എന്നല്ല, നമ്മുടെ കേരളത്തിലേക്കൊന്നും ആ മൂവി എത്തിയിട്ടില്ല. അപ്പോ അതേപോലെ ഇങ്ങനെ ഗ്യാസ് ലൈറ്റിംഗ് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെയധികം സെൽഫ് എസ്റ്റീം കുറയുക, അതേപോലെ കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ജീവിതത്തിൽ മൊത്തം ഒരു കൺഫ്യൂസ്ഡ് ആവുക, അതേപോലെ ഐസൊലേഷൻ ആവുക, പിന്നെ അതേപോലെ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ഞാൻ ഒരു ജീവിതത്തിൽ പെട്ടുപോയി,
എനിക്ക് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ഇയാളെ കൺട്രോളിലാണ്. എന്റെ വിഷമങ്ങൾ ആരോട് പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ള പൂർണ്ണമായി 99% എന്താണ് പൂർണ്ണമായിട്ടും അയാൾക്ക് കീഴിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഡെഫിനിഷനിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്നത് മാനിപ്പുലേഷൻ തന്നെയാണ്. മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എൻപിഡി ഉള്ള ആളുകളിൽ നിന്നും അനുഭവിക്കുന്ന ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ്. കാരണം വിക്ടിം എന്ന് പറയാ തന്നെ. കാരണം ഓപ്പോസിറ്റ് അനുഭവിക്കുന്ന ആൾ തന്നെയാണല്ലോ വിക്ടിം എന്ന് പറയുമ്പോൾ. അപ്പൊ പലതരത്തിലുള്ള നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ പറഞ്ഞു. ഇയാളുടെ എൻപിഡിന്റെ ആളുള്ള ഏകദേശം വിഷയം പ്രയാസങ്ങളും അയാളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തൽക്കാലം ആരെങ്കിലും ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഏകദേശം ചില മാറ്റങ്ങളൊക്കെ അയാളുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ നമ്മൾ മുമ്പ് പല കേസ് നമ്മൾ CBT ഒക്കെ പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് ഈ ഒരു NPD നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലും പിന്നീട് എന്താണ് വ്യത്യസ്തമായിട്ട് എന്താണ് ഈ ഒരു സ്വഭാവ രീതിയിൽ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്താണ് ആ ട്രീറ്റ്മെന്റ് ഫലവത്തായ രീതിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ലാത്തത് കൊണ്ടുമായിരിക്കാം. അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഈ ഒരു NPD ഉള്ള ആള് വിക്ടിമിനെ മാനിപ്പുലേഷൻ ആൻഡ് കൺട്രോൾ. അയാളെ പറ്റിയിട്ട് ഇല്ലാവചനങ്ങൾ പറയുക, എന്നിട്ടാണ് പൂർണ്ണമായിട്ടും അയാളുടെ അധികാരങ്ങളും അയാളുടെ ചിന്തകളെയും അയാളുടെ പ്രവർത്തനങ്ങളും തന്റെ പരിധി കീഴിൽ വരുത്തുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും ഒരു ഇമോഷൻ സ്വന്തമായിട്ട് ഒന്ന് ഉറക്കെ കരയാനോ, ഒന്ന് വീട്ടിൽ ഉറക്കെ ഒന്ന് ചിരിക്കാനോ, അല്ലെങ്കിൽ എന്തോ ഒന്ന് ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിമായിരിക്കും ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ. കാരണം അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കാരണം ഒരു ഫാമിലി ലൈഫിൽ പിന്നെ ഒരു പെൺകുട്ടി ഇത് അനുഭവിക്കാന്ന് വെച്ചോളി. അപ്പൊ ആ പെൺകുട്ടി സ്വന്തം വീട്ടുകാരോട് വന്ന് പറയുന്ന സമയത്ത് എന്താണ് അതൊക്കെ സാധാരണ കുടുംബജീവിതത്തിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോ ഇയാളെ വീട്ടുകാരോട് വന്ന് പറഞ്ഞാലോ അവരെ വീട്ടുകാരെന്താ പറയാ, നീ വന്നതിന് ശേഷമാണ് ഇയാൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, ഇതിന്റെ മുമ്പ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ എവിടെയും കേട്ടിട്ടില്ലല്ലോ. കാരണം ഇയാളെ സ്വഭാവം പണ്ടേ ഉണ്ടാവും, പക്ഷെ യഥാർത്ഥത്തിൽ അനുഭവിച്ചത് ഈ ഒരു പെൺകുട്ടിയായിരിക്കും. ആരും എന്താണ് വിശ്വസിക്കാത്ത രീതി. പിന്നെന്താണ് ഇയാളുടെ സ്വഭാവം നോക്കുമ്പോൾ എന്താ നാട്ടുകാർക്കിടയിൽ വളരെയധികം പുണ്യവാനായിട്ടുള്ള ഒരാളാണ്, കുടുംബക്കാർക്കിടയിൽ പുണ്യവാനായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്താണ് ഭാര്യ വീട്ടുകാർക്കിടയിൽ ഇത്രയും നല്ലൊരു മരുമകൻ അവരാരും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും എന്താണ് ഒരു ബുദ്ധിമുട്ടിലേക്കോ എന്താണ് അതിന്റെ രീതിയിലേക്ക് അയാളെ പെർഫോമൻസ് ഉണ്ടാവും. പക്ഷെ ഈ ഒരു സാഹചര്യം സ്വന്തം ഒരു കുടുംബ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ലൈഫിൽ ഇവര് അനുഭവിക്കുന്ന കാര്യം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല. അയാളെ കുറിച്ചാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്, അയാളുടെ ഭാഗത്ത് അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീൽ ഒരു അടയാളങ്ങൾ പോലും ഞങ്ങൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം പോകുന്ന സമയത്ത് ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെർമിനോളജി എന്ന് തന്നെ പറയാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആ ഏരിയ അപ്പൊ വളരെയധികം നടക്കും. അപ്പൊ ഈ ഒരു ടെർമിനോളജിയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് മാനിപ്പുലേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയും, കൺട്രോൾ എന്നുള്ളത്. ഇനിയിപ്പോ അടുത്തത് ഡെനിയൽ ആൻഡ് മിനിമൈസേഷൻ എന്ന് പറയുമ്പോൾ കാരണം അവര് ചെയ്യുന്ന തെറ്റുകൾ അവര് തന്നെ എന്താണ് നിഷേധിക്കുക. മീൻസ് എന്താണ് എന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിക്കാനില്ല. അല്ലെങ്കിൽ എന്താണ് പിന്നെ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഭാര്യനോട് പറയും ഇതൊക്കെ ഇപ്പൊ എത്രയൊക്കെ അല്ലല്ലോ, നീ ഇപ്പൊ ഇതിന് മാത്രം ചിന്തിക്കാനില്ല, അല്ലെങ്കിൽ ഇതൊരു തമാശയായിട്ടൊക്കെ കണ്ടുവിടും. അപ്പൊ സ്വന്തം പാർട്ട്ണറോട് പറയാണ് ഈ ഒരു NPD ഉള്ള ആള്. കാരണം അതിദാരുണമായിട്ട് ഉപദ്രവങ്ങൾ പറയാ, അല്ലെങ്കിൽ ആളുകൾക്ക് പരസ്യമായിട്ട് അവഹേളിക്കുക, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സോറി വന്ന് പറഞ്ഞിട്ട് പറയാ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുത്താ പോരെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ അതിനെ പറ്റി കൂടുതൽ worried എനിക്കതിന് എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യം. കാരണം എന്താണ് ഇവര് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അസത്യമായിട്ട് തെളിയിക്കുക എന്നുള്ളത്. അപ്പോ ഈ ഒരു എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് അനുഭവിച്ചിട്ടുള്ള ആൾക്ക് സ്വയമായിട്ട് ഒരു ക്ലയന്റിന് വിക്ടിമിന് തോന്നുകയാണ് മനസ്സിൽ, ഞാൻ അനുഭവിച്ചിട്ടുള്ളതൊക്കെ യാഥാർത്ഥ്യമാണോ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ചിന്തകളാണോ എന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്. കാരണം അവർക്കൊരു കൺഫ്യൂസ്ഡ് ആവും. അത് തന്നെയാണ് NPD ഉള്ള ആളുകൾക്കും വേണ്ടത്, മനസ്സിൽ ഒരു കൺഫ്യൂസ്ഡ് ആക്കി എടുക്കുക എന്നുള്ളത്. കാരണം അവർക്ക് സ്വയമായിട്ട് തോന്നും ഈ ഒരു ഗ്യാസ് ലൈൻ അനുഭവിച്ചുള്ള എന്റെ മനസ്സിൽ തോന്നിയത് എന്താണ്, അതിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള പതിയെ പതിയെ എന്താണ് ആ ഒരു ചിന്തയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലും. കാരണം എന്താണ് ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ നല്ല NPDന്റെ ആളെ വളരെയധികം സ്നേഹത്തോടുള്ള ആ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അവര് ക്ലയന്റിന് തോന്നുകയാണ്. ചിലപ്പോ 2 ദിവസം മുമ്പ് ഒരുപാട് തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ
ഈ ഒരു പിറ്റേ ദിവസം ആള് വന്ന് സ്വഭാവം മാറിക്കഴിഞ്ഞപ്പോ എന്താണ് ഈ ഒരു ചിന്ത അയാളേക്ക് തന്നെ പൂർണ്ണമായിട്ടും ആൾക്കെത്തി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എന്താണ് ആരോട് പറഞ്ഞാലൊന്നും വിശ്വസിക്കൂല. ഇപ്പൊ ഈ ഒരു ദിവസം പിന്നെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താണ് ആള് പതിയെ പതിയെ അത് ഒരു സൈലന്റ് ആയിട്ട് എടുക്കും. അപ്പൊ എന്താണ് എന്റെ ചിന്തകൾ ഞാൻ ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ല. അയാൾ എന്നോട് നല്ല സ്വഭാവം കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അതേപോലെയാണ് ഷിഫ്റ്റിംഗ് ദ ബ്ലെയിം എന്ന് പറയുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കാരണം ഞാൻ ചെയ്ത തെറ്റുകൾ എന്താണ് അല്ലെങ്കിൽ ഈ ഒരു എൻപിഡി ചെയ്തിട്ടുള്ള തെറ്റുകൾ സ്വന്തം ആ ഒരു സ്വന്തം പാർട്ട്ണറെയോ അല്ലെങ്കിൽ വൈഫിനെ ആരാണോ ഈ ഒരു വിക്ടിം ഉള്ളത് അവരെ പറ്റിയിട്ട് അവരെ ഞാനല്ല തെറ്റുകാരൻ, ഇവള് കാരണമാണ് എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ മനുഷ്യൻ കാരണമാണ് എന്റെ ലൈഫിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്ന് ഇവര് തന്നെ പറഞ്ഞിട്ട് അത് ശീലിപ്പിക്കുക, അല്ലെങ്കിൽ ആളുകളെ മുമ്പിൽ പറയുക, ഒരു തെറ്റായിട്ടുള്ള ധാരണ ആളുകൾക്ക് കൊടുക്കുക. അപ്പൊ എന്താണ് ഇവിടെ ഈ ഒരു തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു എൻപിഡി നല്ല അത്യാവശ്യം മാന്യനാണ്, ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തൽക്കാലം അയാൾ എന്ത് ചെയ്യും, ജോലിക്കൊന്നും പോവില്ല. എന്നിട്ട് പറയും ഇനി കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നീ എടുക്ക്, നീയും കുറെയൊക്കെ അനുഭവിക്കും, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, കുട്ടികളെ നോക്കുന്നുണ്ട്, നിനക്ക് വീട്ടിലിരുന്ന് തിന്നാൽ മാത്രം മതിയല്ലോ എന്നുള്ള ഒരു ഡയലോഗ് അവിടെ ആളടിക്കും. അപ്പൊ എന്താണ് ഈ ഒരു ക്ലയന്റ് അല്ല ഈ ഒരു വിക്ടിം എന്ത് ചെയ്യും, പതിയെ പതിയെ എന്താണ് ചിന്തകളിലേക്ക് എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കുറ്റബോധം, എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ലല്ലോ, കാരണം ഞാൻ ഇയാളെ കീഴിൽ ഒരു അടിമയായിട്ട് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം മാത്രമേ എന്റെ ലൈഫിലുള്ളൂ. കാരണം എന്താണ് അവിടെ അയാൾക്കെതിരെ എതിർക്കാനുള്ള ഒരു ഉൾഭയം ഉണ്ടാവും. ഒന്നും റെസ്പോൺസ് ചെയ്യില്ല എന്നുള്ളത്. കാരണം എൻപിഡി ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തത് എന്താണ്, റെസ്പോൺസ് ചെയ്യുക, പഠിപ്പിക്കുക. ക്ലയന്റിനെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും പ്രതികരിക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അതിനപ്പുറത്തേക്കാണ് പിന്നീടുള്ള കാര്യങ്ങൾ. അപ്പോ ഇവിടെ ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നുള്ള ആ ഒരു ടെർമിനോളജി വരുന്ന ഒരാൾക്ക്, അനുഭവിച്ചിട്ടുള്ള ആൾക്ക് എന്താണ് പൂർണ്ണമായിട്ടും ഭർത്താവിന് അയാൾ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാനുള്ള ഒരു അനുസരിച്ച് ജീവിക്കുക, നിഷേധിക്കാൻ പോലുള്ള ഒരു കെൽപ്പ് അയാൾക്ക് ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്വന്തം ശരീരത്തിൽ നടക്കുന്ന ഇമോഷൻസുകൾ, ഫിസിക്കലി ആയിട്ട് വരുന്ന ചില പ്രയാസങ്ങൾ പോലും എന്താണ് ആ സമയത്ത് ഈ ഷിഫ്റ്റ് ബ്ലെയിമിംഗ് നടക്കുന്ന സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ആൾ പൂർണ്ണമായ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ. കാരണം ഒരു എന്താണ് മലയാളത്തിൽ ഒക്കെ പറയും നിരാലംബരായി പോവുക എന്നുള്ളത്. ആ രീതിയിലേക്കായിരിക്കും പൂർണ്ണമായിട്ടും ആ ഒരു ക്ലയന്റ് പോവുക. അപ്പോൾ അവിടെ എന്താണ് പൂർണ്ണമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആ ഒരു ലെവലിൽ പോകുന്ന സമയത്ത് തന്നെ എന്താണ് ചിലപ്പോ മറ്റുള്ള എന്റെ വിഷമങ്ങൾ ഒരു കൗൺസിലർ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ കുടുംബത്തിലെ ആൾക്ക് വിളിച്ചു പറഞ്ഞു പോലും അയാൾക്ക് ഒരു എന്താണ് മനസ്സിലൊരു മെന്റാലിറ്റി വരില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെ അയാൾ കടന്നു പോകുന്നത്. പിന്നെ അതേപോലെയാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ക്രിയേറ്റിംഗ് ദ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ഇതില് ഇവര് എൻപിഡി ഉള്ള ആളുകൾ എന്താണ് സംഭവങ്ങളൊക്കെ മാറ്റി പറയും. വീട്ടിൽ ചിലപ്പോ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി ചിലപ്പോ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ പറയും. അപ്പൊ എന്താണ് അവിടെ എന്താണ് ഇവര് പറയും എന്താണ് അത് ഞങ്ങൾ തമാശക്ക് ചെയ്തതാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തമാശക്ക് പറയും. കുടുംബജീവിതമൊക്കെ അല്ലേ, ഒരു തട്ടിമുട്ടിയൊക്കെ പോകും. അത് അങ്ങനത്തെ രീതിയിൽ കണ്ടാൽ മതി, നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതലായി ചർച്ച ചെയ്യണ്ട എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരിക. കാരണം എന്താണ് ആളുകൾക്ക് ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്രിയേറ്റിംഗ് ദ കൺഫ്യൂഷൻ. ആളുകൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല, ഞങ്ങളെ ഭാഗത്തൊരു തെറ്റുവിട്ടില്ല എന്നുള്ളത്. അപ്പോ അപ്പോ അവിടെ എന്താണ് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ക്ലയന്റിന് അനുഭവിച്ചിട്ടുള്ള ആൾക്ക് എന്താണ് തോന്നുക, ഇങ്ങനൊക്കെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അവിടെ വരും. കാരണം അവിടെ ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. കാരണം അയാള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കണമെങ്കിൽ എന്താണ് എന്റെ ഭാഗത്ത് തന്നെയാണ് പൂർണ്ണമായിട്ടും തെറ്റ് നടക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോ എന്താണ് ഇതിന്റെ എല്ലാ ഒരു അല്ല എല്ലാവിധ മോശമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് തന്നെ വേണം എന്നുള്ള ഒരു പ്രയാസങ്ങൾ ആ ഒരു ക്ലയന്റിന്റെ മനസ്സിലൂടെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്താണ് ഈ എൻപിഡി ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഏതൊരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അവർ സിറ്റുവേഷൻ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾക്കിടയിൽ അവർ പറയുന്നത് എന്നുള്ള ഏതൊക്കെ രീതി നമ്മൾ മനസ്സിലാക്കുക. അത് ചിലപ്പോ ഈ ഒരു വരുന്ന വിക്ടിമിന്റെ അടുത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏതൊരു സിറ്റുവേഷനിൽ അവർ എങ്ങനെയാണ് ഈസിയർ ആയിട്ട് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടോ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി അടുത്തത് ഡിനൈങ് ദ പ്രോമിസസ്. ഇത് പിന്നെ ഈ ഒരു ഡിനൈങ് എന്ന് പറയുമ്പോ ഞാന് ഉദാഹരണം പറയും, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ,
അത് നിനക്കത് തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ എന്താണ് പിന്നെ ചില കാര്യങ്ങള് ഭാര്യ എടുത്ത് പറയാ. ഒരു റെസ്പോൺസിബിൾ ആയി കുറച്ച് ഹൈ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഇയാൾ പാർട്ട്ണർ ആയിട്ട് വന്നത്. ഇയാളെ ശല്യം ഇങ്ങനെ കുറച്ചൊക്കെ പ്രതികരിച്ച് തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോ ഇയാൾക്ക് തന്നെ എന്താണ് എന്റെ എല്ലാ ഒരു പ്രശ്നങ്ങളും ഇവൾ അറിഞ്ഞു തുടങ്ങി. ഇവക്ക് ഇവളുടെ ഇടയിൽ കുറച്ച് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇവരെന്താണ് മാനിപ്പുലേഷൻ നടക്കും. മെയിൻ ആയിട്ട് മാനിപ്പുലേഷൻ നടക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നീ എന്നോട് ചോദിക്കുന്നത്? ഞാൻ ഏത് സാഹചര്യത്തിലാണ് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എന്താണ് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു വിക്ടിമിന് എന്താണ് ഓർമ്മകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ. കാരണം എന്താണ് അവർക്ക് തോന്നുകയാണ് സ്വയമായിട്ട് ചിന്തയിൽ വരും ചെയ് ഇത് തന്നെ ഇയാൾ പറയുന്നത് സത്യാണോ? അല്ലെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുള്ളത് എന്താണ്? അല്ലെങ്കിൽ അയാൾ എന്നോട് ആ സമയത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്നുള്ള ഒരു കൺഫ്യൂഷനും ഇതിനെ ഒരു പ്രൊമിസസ് അത് ആ ഒരു പ്രൊമിസിൽ നിന്ന് അവിടെ വളർച്ച ഉണ്ടാവുകയാണ്. ആ ചിന്തകളെ പൂർണ്ണമായിട്ട് എന്താണ് പതിയെ പതിയെ എന്താണ് അയാളുടെ ലൈഫിലേക്ക് ആ ക്ലയന്റിന്റെ ലൈഫിലേക്ക് എന്താണ് പിന്നെ പതിയെ പതിയെ അങ്ങനെ പോകും. അപ്പൊ ആ സമയത്ത് എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സിംപ്റ്റംസ് കാണിക്കുക എന്താണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അയാളുടെ ലൈഫിനെ ബാധിക്കും. കാരണം അറ്റ്‌ലീസ്റ്റ് എന്താണ് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ലൈഫിൽ ഇങ്ങനൊക്കെ പോയാ മതിയോ? അല്ലെങ്കില് ഞാൻ എത്ര കാലം ഇത് അനുഭവിക്കണം എന്നുള്ള ചിന്ത ഒന്നും ആൾക്കുണ്ടാവില്ല. അയാൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് താളത്തിന് തുള്ളുന്ന ഒരു പാവയെ പോലെ ആ ഒരു വ്യക്തിയും അങ്ങനെ ജീവിതകാലം കഴിക്കും. കാരണം ഇവിടെ പിന്നെ ഒരു വ്യക്തമായിട്ട് നമുക്ക് ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ക്ലയന്റിന് നമ്മള് സാധാരണ ഒരു ക്ലയന്റ് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കേസ് വന്ന സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ക്ലയന്റിനോട് പറഞ്ഞത് ഞങ്ങളെന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അയാൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുന്ന കാര്യമാണെങ്കില് അവിടെ നിങ്ങള് പറയേണ്ടത് നിങ്ങള് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അത് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. എന്റെ ഭാഗത്ത് എന്റെ ചിന്തകൾ ശരിയാണ്. നിങ്ങളെ ചിന്തകളാണ് തെറ്റ് എന്ന് പൂർണ്ണമായിട്ട് അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരു ക്ലയന്റിന് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കേസ് വന്ന സമയത്ത് വളരെയധികം മോശമായിട്ടുള്ള ഒരു ഫിസിക്കലും ഇമോഷണൽ സിറ്റുവേഷൻ കടന്നു വന്നുള്ള ഒരു ക്ലയന്റ് ആയിരുന്നു. കാരണം ഏകദേശം ഒരു 45, 50ഓളം വയസ്സുമായി. അപ്പൊ എന്താണ് കുറേ കാലായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അത് മക്കളിലേക്കും വളർന്നപ്പോ എന്താണ് ആൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേ പറ്റൂ. ആരുടെയെങ്കിലും അടുത്ത് പോയി ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണം. അയാളെ ഒഴിവാക്കണമെന്നില്ല ഒരു ആഗ്രഹമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് ഇയാളൊന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ചിന്തയോട് കൂടിയായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞിട്ട് നിങ്ങള് ഇതുവരെ അനുഭവിച്ചതൊക്കെ ശരിയാണ്. ഇനി അനുഭവിക്കാൻ പോകുന്നതും സത്യമാണ്. ഇതിന് നമുക്കൊന്ന് ഒരു ട്രീറ്റ്മെന്റും ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. അയാള് പറയുന്ന വാക്കുകൾ പൂർണ്ണമായിട്ട് നിഷേധിക്കുക. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം അയാള് വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തർക്കുത്തരം തന്നെ പറഞ്ഞ് ശീലിക്കുക. അപ്പൊ എന്താണ് അയാൾക്ക് പതിയെ പതിയെ എന്താണ് എന്റെ തെറ്റായിട്ടുള്ള ചില ധാരണകൾ എന്താണ് ഞാൻ പറഞ്ഞതിന് ഇനി വില പോവില്ല എന്നുള്ള ചിന്തകൾ വരുന്ന സമയത്ത് എന്താണ് അവിടെ ചെറിയൊരു സമാധാനം ഉണ്ടാവാനുള്ള സാധ്യത. അത് 100% എന്ന് പറയാൻ പറ്റില്ല. ഒരു 50% മാത്രമേ അവിടെ പറയാൻ പറ്റൂ. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് നമ്മള് അവരുടെ ഇമോഷൻസ് കാരണം 2 ഭാഗം ഈ എൻപിഡിന്റെ ആ ഇമോഷൻസ് നമ്മൾ നോക്കണം. കൂടുതൽ വയലന്റ് ആവുന്നു നോക്കണം. ആ വയലന്റ് ആക്കണ ചിലപ്പോ വല്ല മാരകായുധം എടുത്ത് ഉപദ്രവിക്കാനൊക്കെ വന്ന വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പോ അവിടെ ആ ഒരു സാഹചര്യം നമ്മള് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കണം എന്നുള്ളതാണ് ഇതില് പറയാനുള്ളത്. ഇനിയിപ്പോ അടുത്തത് ട്വിസ്റ്റിംഗ് ദ വേർഡ്. ട്വിസ്റ്റിംഗ് ദ വേർഡ് എന്ന് പറയുമ്പോ ഒരു ഒരു മാജിക്കൽ വേർഡ് തന്നെയാണ് അവിടെ. കാരണം ഈ ഒരു അവർക്ക് മാക്സിമം ആയിട്ട് എന്താണ് ഈ ഒരു എന്താണ് ഗ്യാസ് ലൈറ്റിംഗ് അനുഭവിക്കുന്ന ആളുകൾക്ക് അവരെ മുമ്പില് നമ്മള് എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്? അല്ലെങ്കിൽ ഏത് വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി ഇങ്ങനെയാണ്, എല്ലാ മനുഷ്യരും ഇങ്ങനെയാണോ? എന്നുള്ള ചിന്തകൾ എന്താണ് നമ്മളെന്താണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേഷൻ അവരൊന്നെന്താണ് ആ ഒരു പൂർണ്ണമായി അവരെ ഉള്ളിൽ കിടക്കുന്ന സംശയാസ്പദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെന്താണ് എൻപിഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിന്റെ സിംപ്റ്റംസുകൾ ഇങ്ങനെയൊക്കെയാണ്. അതിനെ അനുഭവിക്കുന്ന ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേജാണ് ട്വിസ്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ ചിലപ്പോ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരും ആളൊന്ന് ഓപ്പൺ ആയി കിട്ടാൻ തന്നെ. കാരണം അയാൾക്ക് ചിലപ്പോ വർഷങ്ങൾ കഥകൾ നമ്മളോട് പറയാനുണ്ടാവും. ചിലപ്പോ 1 മണിക്കൂർ കൊണ്ടും 2 സെഷൻ കൊണ്ടും തീരുന്ന പ്രയാസങ്ങളായിരിക്കില്ല.
അപ്പൊ നമ്മുടെ സമയവും സാഹചര്യമൊക്കെ നോക്കിയിട്ട് എന്താണ് അയാളെ പൂർണ്ണമായിട്ടും ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ് അയാൾക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നൊക്കെ അയാളെ ഒരു യഥാർത്ഥ റിയൽ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ക്ലയന്റിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ പിന്നെ അതേപോലെ ഈ ഒരു അതായത് അക്യൂസിംഗ് ദ വിക്ടിം ഓഫ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മറ്റൊരു ഭാഗമാണ് വിക്ടിം പറയാണ്, അതായത് പിന്നെ ഈ ഒരു NPD പറയാണ്, ഞാൻ നിന്നെക്കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടായി, പണ്ടൊക്കെ ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുകയായിരുന്നു, ഇപ്പൊ തീരെ അനുസരണയില്ല, പിന്നെ അതേപോലെ പിന്നെ ഇനി എന്റെ അതേപോലെ തന്നെയാണ് നിനക്കും ഈ വാശി എന്നെ കണ്ട് പഠിക്കുകയാണോ, അതിൽ വളരെയധികം ചിലപ്പോ ചില NPD ഫൈനൽ സ്റ്റേജിലൊക്കെ ഒന്ന് അറിയാതെ തന്നെ പറഞ്ഞു പോകും എന്താണ് എന്റെ സ്വഭാവം എന്താണ് നിനക്കും കിട്ടിയോ എന്നുള്ളതൊക്കെ. അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോ നമ്മൾ എന്താണ് ഓവർ സെൻസിറ്റീവ് ആയിട്ട്, കാരണം അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു ക്ലയന്റ് നമുക്ക് എന്താണ് താൽക്കാലികമായിട്ട് എന്താണ് ഈ ഒരു ഞാൻ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അയാൾക്ക് തന്നെ തിരിച്ചടി കിട്ടി തുടങ്ങി, അയാൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്താണ് താൽക്കാലികം എന്താണ് തനിക്ക് ഒരു കൗൺസിലിങ്ങോ എന്റെ ഒരു ഹെൽപ്പിംഗ് ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാ, അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ NPD എന്താണെന്ന് ഇയാൾക്ക് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതാണ് അക്യൂസിംഗ് ദ വിക്ടിം എന്ന് പറയുന്നത്. വിക്ടിം തന്നെ എന്താണ് സ്വയമായിട്ട് ഇത് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നുള്ള ആ ഒരു ധാരണ ഇതിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കുറെയൊക്കെ എന്താണ് നമുക്കെന്താണ് ഈ പറഞ്ഞിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ട് നല്ലൊരു തെറാപ്പിസ്റ്റിന്റെ കയ്യിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ആൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെയാണ് കോൺട്രാക്ട് ഇൻ ദ വിക്ടിം ഇമോഷൻസ്. കാരണം വിക്ടിമിന്റെ ഇമോഷൻസ് നമ്മൾ എപ്പോഴും പരിഗണിക്കണം എന്നുള്ളതാണ്. കാരണം അവര് അനുഭവിച്ചിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ ചിലപ്പോ അവർക്ക് നമ്മളോട് എന്ത് കുറെ കരഞ്ഞിട്ട് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് സാധാരണയായി മനസ്സിലാവും, എങ്കിൽ പോലും നമുക്ക് കുറേ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് പറയുമ്പോ മുമ്പ് ഒരു കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്, ആള് നിരന്തരമായിട്ട് കരയാണ്. എന്ത് കാര്യം ചോദിച്ചാലും ആള് ഭയങ്കര കരച്ചിലാണ്. ഇനിയിപ്പോ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അതും കരച്ചിലാണ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ സാർ, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോ ആ ഒരു കാരണം എന്താണ് അവരുടെ ലൈഫിൽ ഇമോഷൻസിന് ഏറ്റവും കൂടുതൽ എന്താണ് അവരുടെ ഇമോഷൻസ് ഏത് സമയത്താണ് പ്രകടിപ്പിക്കേണ്ടത് അവർക്ക് അറിയുന്നില്ല. എപ്പോഴാണ് സങ്കടങ്ങൾ വരുന്നത്, ഏത് സമയത്താണ് എനിക്ക് സന്തോഷങ്ങൾ ഉള്ളത്. സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല. രാവിലെ എഴുന്നേറ്റു വൈകുന്നേരം ആകുന്നു എന്നുള്ള ആ ഒരു ടേമിലായിരിക്കും, ഒരു ഡെയിലി ലൈഫിലായിരിക്കും അവർ പോവുക. അപ്പോ ഇവിടെ എന്താണ് അവരെ സംശയാസ്പദമായിട്ടുള്ള ഒരു ഇമോഷൻസ് ഉണ്ടാവും. കാരണം എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ കരയാൻ പറ്റുമോ, അല്ലെങ്കിൽ അയാൾക്ക് പറയുന്നതിനെതിരെ എനിക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുള്ളത് കോൺട്രാക്ട് ദ വിക്ടിം ഇമോഷൻസ്. അപ്പോ ഇമോഷൻസിനെ തന്നെ നമ്മൾ നോക്കി കൊടുത്താൽ ഇങ്ങനത്തെ ആളുകൾക്ക് എന്താണ് അവർക്ക് മറ്റേ ഒരു സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ അയാൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാനോ, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം ഒരു വീഡിയോ റെക്കോർഡെങ്കിലും എടുത്തിട്ട് നാട്ടുകാരെ കുടുംബക്കാരെ ഒന്ന് കാണിച്ചിട്ട് ആ ഒരു ധൈര്യമെങ്കിലും എന്താണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം അവരുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ ഗ്യാസ് ലൈറ്റ് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഒരു റിക്കവറി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതുവരെ ഓക്കെ ആണോ എന്ന് ചോദിക്കാനുണ്ടോ? ഇല്ല, ഓക്കെയാണ്. ഓക്കെയാണ് സാർ, ഓക്കെയാണ്. അപ്പോ ഇതിന്റെ ഒരു സ്റ്റേജ് ഞാൻ പലപ്പോഴും NPDന്റെ സ്പെഷ്യലായി നമ്മൾ CBTന്റെ ടൂൾസുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, CBTയിൽ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുകൾക്ക് നമുക്ക് പ്രധാനമായിട്ട് ടൂൾസ് ഇല്ല എന്നുള്ളതല്ല, അവരുടെ കമ്മ്യൂണിക്കേഷനും നമ്മൾ കൊടുക്കുന്ന തെറാപ്യൂട്ടിക് അലയൻസുമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂൾസ് എന്നുള്ളത്. അപ്പോ ഇവിടെ നമ്മൾ എന്താണ് സ്റ്റെബിലൈസേഷൻ സേഫ്റ്റി എന്നുള്ളത്, ഈ ഒരു വിക്ടിം നിങ്ങളുടെ മുമ്പിൽ പിന്നെ ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് സംഭവിച്ചിട്ടുള്ള ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ സ്റ്റെബിലൈസേഷൻ എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത് എന്ന് അവരെ മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവിടെ എന്താണ് നമ്മൾ കൊടുക്കുക? സൈക്കോ എഡ്യൂക്കേഷൻ. ഇത് നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട നിങ്ങളുടെ പ്രയാസങ്ങളല്ല, നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളല്ല. അതായത് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ നിങ്ങൾക്ക് തന്ന ബുദ്ധിമുട്ട് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഒരു കുറച്ചു കാലമായി മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള NPD. അവിടെ എന്താണ് നമ്മൾ വ്യക്തമായിട്ടുള്ള അവർക്ക് ലൈഫിൽ ഇത്രയും കാലം എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അവരെ നമ്മൾ സാധാരണ കൗൺസിലിംഗ് ക്ലയന്റിന്റെ പൂർണ്ണമായിട്ട് നമ്മൾ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത്. ആ കേട്ടതിന് ശേഷം നോൺ ജഡ്ജ്മെന്റൽ ആയി നിന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ടൂൾസ് ആണ്.
കാരണം അവർ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് നമുക്ക് മനസ്സിലാക്കിയത് വെച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിലെന്താണ് അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. പ്രത്യേകിച്ച് ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് കേസിൽ വരുന്ന സമയത്ത് അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചിട്ടുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് അവരുടേതല്ല തെറ്റി എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതേപോലെ തന്നെ സേഫ്റ്റി, അവർക്ക് എന്താണ് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള ഒരു പൊസിഷനിൽ, കാരണം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അവർ എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുടുംബത്തിന് ഇനിയും ആളുകളുണ്ട്, മറ്റുള്ള ആളുകളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ അംഗീകരിക്കുന്ന ആളുകൾ ചുറ്റുപാട് ഇനിയും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടിയിട്ടാവണം നമ്മുടെ ഈ ഒരു സ്റ്റെബിലൈസേഷൻ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. ഇനി അടുത്തത് റെക്കഗ്നൈസ് ദ അബ്യൂസ് പാറ്റേൺ. ഏതൊക്കെ രീതിയിലാണ് ഇത് നമ്മൾ പിന്നെ മനസ്സിലാക്കുക. ഒരു MSc റിപ്പോർട്ട് എടുക്കുന്നത് പോലെ തന്നെയാണ് ക്ലയന്റിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് അബ്യൂസുകൾ നടന്നിട്ടുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. നിരന്തരമായിട്ട് ഉപദ്രവങ്ങൾ ഉണ്ടോ, ഇനി വാക്കാലെയാണോ, അല്ലെങ്കിൽ പ്രവൃത്തിയാലായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയാണോ? ഇതുപോലെ തന്നെയാണ് സെക്ഷലി അബ്യൂസുകൾ കൂടും. അയാളുടെ നിരന്തരമായി വഴങ്ങി കൊടുക്കുക എല്ലാ ദിവസവും. പല NPD ഒക്കെ ഹൈ ആയിട്ടുള്ള ആളുകൾ എന്താണ് പലതരത്തിലുള്ള അബ്യൂസുകൾ എന്താണ് സെക്സ്വലി ആയിട്ട് സ്വന്തം ഭാര്യയെ തന്നെയാണ് എങ്കിൽ പോലും അവർക്കത് ഒരു ഒരു ആനന്ദമാണ്. സ്വന്തം പാർട്ട്ണറുടെ ആ ഇമോഷൻസ് മനസ്സിലാക്കാനൊന്നും ക്വാളിറ്റി അവർക്കില്ല. അവരുടെ താൽക്കാലിക ആശ്വാസം അവർക്ക് കിട്ടണം എന്നുള്ള ഒരൊറ്റ ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള അബ്യൂസ് പാറ്റേൺ പലതരത്തിലായിരിക്കും. അപ്പോ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഈ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ എനിക്ക് ക്രിയേറ്റ് ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനൊക്കെ തോന്നുന്നത് ശരിയാണ് എന്നുള്ള ആ ഒരു ചിന്ത, അതായത് അവർക്ക് തോന്നണം എന്റെ ചിന്തകൾ പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം ഗ്യാസ് ലൈറ്റിംഗ് നടന്നിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു NPDന്റെ സ്വഭാവം കാരണം അയാൾ ചിലപ്പോ പകുതി എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടോ അതൊക്കെ എന്റെ തോന്നലാണ്, എന്റെ കുടുംബത്തിലെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് ചിലപ്പോ അയാൾ കുറച്ചൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടാവാം, പക്ഷെ ബാക്കിയൊക്കെ എന്റെ മനസ്സിലെ തോന്നൽ കാരണം, അല്ലെ എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരു തോട്ട് അവർക്ക് വരും. അതുകൊണ്ടാണ് ആ തോട്ട് വരുന്നത് കൊണ്ടാണ് അവർ പൂർണ്ണമായും ഈ ഒരു തളർന്നു പോകുന്നത്. അപ്പൊ ആ സാഹചര്യം എന്താവുമ്പോ ആ സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഇമോഷൻസ് പൂർണ്ണമായിട്ടും നിങ്ങളെ ചിന്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ അതാണ്. അങ്ങനെയല്ല, ആ ഒരു ചിന്തകൾ ഇമോഷൻ വരുന്നത് പോലെ തന്നെ ചിന്തയും ഇപ്പോഴും ശരിയാവിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്താണ് ആ സമയത്ത് നിങ്ങൾ തെറ്റായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾ എത്തിപ്പെട്ടുള്ളത്. ഇനിയിപ്പോ അതേപോലെ സെറ്റ് ബൗണ്ടറീസിലേക്ക് വരുന്ന എന്താണ്, കാരണം ഈ ഒരു വഴിയിലൂടെ അല്ല ഞാൻ പോവേണ്ടത് എന്നുള്ള ആ ഒരു ധാരണ. കാരണം ഈ ഒരു വഴി എന്ന് വെച്ചാൽ എല്ലാ കാലം ഞാൻ ഇയാളുടെ കാലിന്റെ ഇടയ്ക്ക് കൈ ജീവിതം മുഴുവൻ നിൽക്കണം എന്നുള്ള ഒരു ചിന്തയല്ല. കാരണം എനിക്കും ഒരു ജീവിതമുണ്ട്, എനിക്ക് ആ നല്ല രീതിയിൽ ജീവിക്കണം, എനിക്ക് എന്റെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് വേണം, എനിക്ക് കുട്ടികളുടെ കൂടെ നല്ല ജീവിക്കണം, എന്നും ഇയാളുടെ ആട്ടും തുപ്പും മടിയും കൊണ്ട് ജീവിച്ചാൽ പോരാ എന്നുള്ള ചിന്തകളിൽ നിന്നാണ് നമ്മൾ അവരെ വഴി മാറ്റി നടത്തുക. ഇനിയിപ്പോ ഡൈവോഴ്സ്ഡ് ആയിട്ട് ഇപ്പൊ ഈ ഒരു NPDയുള്ള ആളുകൾക്കൊന്നും ഡൈവോഴ്സിന് സമ്മതിക്കില്ല. കാരണം വിട്ടുകൊടുത്താൽ പോലും നിന്നെ ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു വാശി ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും എന്താണ് ഡൈവോഴ്സിന് ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോൾ സ്വയം തീരുമാനമെടുക്കേണ്ടത് എന്താണ് ഈ ഒരു വ്യക്തി തന്നെയാണ്. അയാൾക്കെതിരെ എന്താണ് സ്വയമായിട്ട് പ്രതികരിച്ച് മറ്റാളുകളൊന്നും കൂട്ടാതെ അയാൾ പറയുന്നതിനൊക്കെ എതിര് പറഞ്ഞിട്ട് എന്താണ് ശരിയായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് അയാളെ ലൈഫിനെ തന്നെ എന്താണ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് സെറ്റ് ബൗണ്ടറീസ്. എന്റെ ശരികൾ ശരിയായിരുന്നു, ഞാൻ ഈ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, എന്നാൽ മാത്രമേ എനിക്ക് സമാധാനവും ഹാപ്പിനെസ്സും കിട്ടൂ എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോവേണ്ടത്. ഇനിയിപ്പോ അടുത്തത് ബിൽഡ് ഡെയിലി സെൽഫ് ട്രസ്റ്റ് റൊട്ടൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ ഇവർക്ക് ഏറ്റവും നമ്മൾ ആദ്യം ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവരെ ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ലൈഫിൽ അയാൾ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, അത് നടക്കുന്ന കാര്യമാണ്, അവിടെ ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്റെ ലൈഫിൽ ഉണ്ട്, അത് യഥാർത്ഥത്തിൽ അയാൾ ഒരു ദിവസം ഉപദ്രവിച്ചു, രണ്ടാം ദിവസം വന്നിട്ട് സോറി പറയാണ്, ഇതൊന്നും ഇനി നടക്കില്ല, എനിക്ക് ഈ ഒരു തവണക്ക് ക്ഷമിച്ചു തരണം എന്നൊക്കെ പറയുന്നത് അത് വെറും പച്ചക്കള്ളമാണ് എന്ന് നമ്മൾ എന്താണ് ഈ ഒരു ക്ലയന്റിനെ പൂർണ്ണമായിട്ട് വിശ്വസിപ്പിക്കുകയാണ്. അത് എന്തുകൊണ്ട് എങ്ങനെയാ വിശ്വസിപ്പിക്കുക, ആ റൊട്ടീൻ തന്നെ അയാളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ബുദ്ധിമുട്ട് അവര് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് എന്താണ് നമ്മൾ അവരെ ഡെയിലി ലൈഫിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണ് ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുക എന്നുള്ളത്.
പിന്നെ ഏറ്റവും നല്ലത് എന്താണ്, സേഫ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അവരെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ സേഫ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അയാളുടെ വിവരങ്ങൾ എന്താണ്, ഒന്നുകിൽ കുടുംബത്തിൽ തന്നെ വ്യക്തമായിട്ട് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ എവിടെയാണ് അവർ താമസിക്കുക ആ നാട്ടിലുള്ള മുതിർന്ന ആളുകളും കമ്മിറ്റിയും മറ്റേ നമ്മുടെ നാട്ടിൽ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തെളിവുകൾ അടിസ്ഥാനത്തിൽ എന്താണ് ഇയാളെ കുറിച്ച് പോയി നല്ല ധൈര്യത്തോട് കൂടിയിട്ട് അവരുടെ മുന്നിലേക്ക് പോയി ഇയാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. കാരണം അവരെ നിർബന്ധമായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് അവരെ കൊണ്ടുവരണം. കാരണം എന്ന് മാത്രമേ എന്താണ് നമുക്ക് ഈ ഒരു പറഞ്ഞിട്ട് റിക്കവറി ഫ്രം അബ്യൂസിൽ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റേജിന്റെ ആ കാര്യം കുറെയൊക്കെ ഒന്ന് മാറ്റി കിട്ടും. ഇനി അടുത്തത് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു DBT നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള അവയർനെസ്. ഇനി DBT ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെ വന്നിട്ടുള്ള ക്ലയന്റിനെ നമുക്ക് മാറ്റിയെടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു ടൂൾസ് ആണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. പ്രസന്റ് മൊമെന്റിൽ അവരെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും കാരണം അയാൾ ഒരു ഉത്തരവാദിയാണ്. അല്ലെങ്കിൽ എന്താണ്, ഞാൻ അതിന് പൂർണ്ണമായിട്ടും കീഴടങ്ങി കൊടുക്കേണ്ടതില്ല. എന്താണ് ഇപ്പോഴത്തെ ഒരു നിമിഷത്തിൽ ഞാൻ എന്താണ് നല്ലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ പറ്റും. അപ്പോ എന്ത് സാഹചര്യം ഇവർക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് ഒരു പാസ്റ്റോ ഫ്യൂച്ചറോ ഒന്നും മുമ്പ് ചിന്തകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ചിന്തകൾ എന്താണ്, അവർക്ക് എന്താണ് ഫ്യൂച്ചറിൽ എനിക്ക് മുന്നോട്ട് നല്ലൊരു ജീവിതം ഉണ്ട്, പിന്നെ അതേപോലെ എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വിദ്യാഭ്യാസം വേണം, എനിക്ക് നല്ലൊരു ജോലിക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആ രീതിയിലൊക്കെ അവരെ കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, മൈൻഡ്ഫുൾനെസ് ആയിട്ട് നല്ല ആ ഒരു നിലവിൽ നടക്കുന്ന പ്രയാസങ്ങൾക്കിടയിൽ അവരെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ആ ജീവിതം അവരെ പൂർണ്ണമായിട്ട് റിയലൈസ് ചെയ്തു അവരത് മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം എന്താണ്, പതിയെ പതിയായിട്ട് അവർക്ക് എന്താണ് വിശ്വാസയോഗ്യമായിട്ട് നല്ലൊരു ആളുകളെ ഏൽപ്പിക്കുക, ഒരു കമ്മ്യൂണിറ്റിയെ ഏൽപ്പിക്കുക. പിന്നെ അവർക്ക് എന്തൊക്കെയാണ് നമുക്ക് അവിടെ സ്കിൽ ബേസ്ഡ് ആയിട്ട് അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ അയാളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു മോചനമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇമോഷണൽ ബോണ്ടിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ അടിയും ചവിട്ടും കിട്ടിയാൽ അയാൾ തന്നെ എനിക്ക് അത് തന്നെ മതി എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നമ്മൾ കുറച്ച് അവർക്ക് വ്യക്തമായിട്ട് തന്നെ ഇതിന്റെ ഒരു അയാളുടെ ലൈഫിൽ എന്താണ്, അയാൾക്ക് ലൈഫിൽ മുന്നോട്ട് ഏതൊക്കെ രീതിയിലാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഈ ഒരു DBT സെഷനിലേക്ക് കടക്കേണ്ടത്. പിന്നെ അതേപോലെയാണ് അടുത്തത്, പിന്നെ ഇതിലൊക്കെ എന്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റെസ്പോണ്ടിങ് എന്നുള്ള വാക്ക് നമ്മൾ പൂർണ്ണമായിട്ടും അവരെ പഠിപ്പിക്കണം. നമ്മൾ ഏതൊരു ടൂൾസ് ആണെങ്കിൽ ഈ ഒരു പ്രതികരണം, NPDക്ക് ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, ഈ ഒരു NPDക്ക് ഒരു റെസ്പോൺസി എന്ന് പറയുന്ന ഒരു വാക്കാണ്. അത് മാക്സിമം ആയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇന്റർപേഴ്സണൽ എഫക്റ്റീവ്നെസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ ഒരാൾക്ക് ബൗണ്ടറി ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഏറ്റവും നല്ലത് സ്വീകരിക്കാൻ പറ്റുന്നത് എന്താണ്, നമുക്ക് അവരോട് ചോദ്യമായിട്ട് അവരുടെ മുമ്പിൽ കൊടുക്കുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഒരാളെ വിശ്വസിച്ചു, അയാളെ കൂടെ വന്നു, കല്യാണം കഴിഞ്ഞു. പക്ഷെ അയാളെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊക്കെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ന് മുതലാണ് പ്രയാസങ്ങൾ തുടങ്ങിയിട്ടുള്ളത്? നിങ്ങൾ എപ്പോഴും പൂർണ്ണമായിട്ട് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് സംസാരിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷെ ആ ഒരു സാഹചര്യം നമ്മളെ മുമ്പിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ ഒരു പോസിബിൾ ചാൻസസ് ഉണ്ടാക്കുന്നത് എന്താണ്, ഒരു നിരാശയില്ലാതെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ അവരെ കൊണ്ട് നല്ലൊരു ഓപ്പൺ ആയിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ അവിടെ എങ്ങനെയാ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക? അപ്പൊ അവരോട് നിങ്ങളിപ്പോ നിലവിൽ നിങ്ങളെ ബാധിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഗ്യാസ് ലൈറ്റിന് അയാളെ NPDയിൽ നിന്ന് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അയാളെ ഭാഗത്തു നിന്നുള്ള അയാൾ എന്തൊക്കെയാണ് നിങ്ങളെ ഏതൊക്കെ രീതിയിലാണ് ഉപദ്രവിച്ചിട്ടുള്ളത്, അയാളെ ഏതൊക്കെ നിങ്ങളെ വിശ്വസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിന്റെ എക്സ്പീരിയൻസും നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളും തുറന്നു പറയുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി വിത്തൗട്ട് ഗിൽറ്റി എന്ന് പറയുന്നത്. അവരൊരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് സംസാരിപ്പിക്കാൻ പഠിക്കുക. പിന്നെ അതേപോലെ മാനേജ് കോൺഫ്ലിക്ട് വിത്തൗട്ട് ലോസിങ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, തർക്കം ഉണ്ടാവുമ്പോഴും അല്ലെങ്കിൽ എന്താണ് വീണ്ടും വീണ്ടും ഈ ഒരു സെഷൻ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും
അല്ലെങ്കിൽ വീണ്ടും അയാളെ കൂടെ ജീവിക്കുകയാണെങ്കിലും എന്ന തർക്കമുണ്ടാവുന്ന സമയത്ത് ഒഴിഞ്ഞു മാറാതെ അതിനെ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അയാൾ എന്താണ് എന്നോട് പറയുന്നത്, അവിടെ നമ്മൾ വ്യക്തമായിട്ട് എന്താണ് അയാൾക്ക് കൊടുക്കുക എന്നുള്ളത്. നമുക്ക് വിത്തൗട്ട് ലോസിങ് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ് നമുക്ക് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ള വിക്ടിംസിന് അയാളോട് പറയാ ഒരു പ്രശ്നം അടി നടക്കുന്ന സമയത്ത് സംസാര വിഷയം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇയാൾ ഇന്നും ഇതേ സ്വഭാവം തന്നെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകും. അപ്പൊ ആ ഒഴിഞ്ഞു മാറാതെ ആ ഒരു സിറ്റുവേഷൻ എന്താണ് അയാളെ പിടിച്ചു നിർത്തുക, ഈ ഒരു ക്ലയന്റിനെ അവിടെ പിടിച്ചു നിർത്തണം. അയാൾ എന്താണ് പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കണം, അതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ എൻഡ് ടോക്സിക് റിലാക്സേഷൻ. ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്താണ് പൂർണ്ണമായിട്ട് ഒഴിവായി പിടിച്ചു തൂങ്ങി പിന്നെ ആളെ കൂടെ പോകരുത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, മാനസികമായിട്ടും പിന്നെ ശാരീരികമായിട്ടും ഒക്കെ നിങ്ങൾ ഒരുപാട് കാലം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്ര കാലമായിട്ട് ഡൈവോഴ്സ് എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് പോകാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അയാൾ എന്താണ് അയാളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? ചിലപ്പോ NPD ഉള്ള ആളുകൾ എന്താ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ക്ലയന്റിനെ അങ്ങനത്തെ ആളുകളെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. കാരണം അവരെ പൂർണ്ണമായിട്ടും എന്താണ് ചൊൽപ്പടിയിൽ ജീവിപ്പിക്കുക, അവരെ ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കണം. കാരണം വേറൊരാളെ കിട്ടൂലല്ലോ, വേറൊരു ബന്ധത്തിലേക്ക് ഇയാൾക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ആ ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഒരു വിവാഹത്തിൽ തന്നെ ഇയാൾ മാക്സിമം എന്താണ് അയാളെ ഒഴിവാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അവരൊന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണെങ്കിൽ അവസാനിപ്പിച്ചു കൊടുക്കുക. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഏറ്റവും ബിൽഡ് ട്രസ്റ്റ് ഹെൽത്തി വൺ, ആരോഗ്യപരമായിട്ടുള്ള ഒരു വിശ്വാസമായിട്ട് ഒരു ടീമിന് ഇപ്പൊ കുടുംബത്തിൽ ഇയാളല്ലാണ്ട് വേറെ ഒറ്റ ക്ലയന്റിന്റെ കൂടെ ആരൊക്കെയാണ്ട്, ഇപ്പൊ ഈ സപ്പോർട്ടീവ് ആയിട്ട് ആരൊക്കെയാ ഉള്ളത്, പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ്, പിന്നെ ഒരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ഫോൺ എടുത്ത് ആരോടൊക്കെയാണ് സംസാരിക്കുക, അങ്ങനത്തെ ആളുകൾ എന്താണ് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് അവർക്ക് എന്താണ് ഇവർക്കിടയിൽ സേഫ്റ്റി ഉണ്ട്, എനിക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ഒക്കെ ആളുകൾ ഉണ്ട് എന്നുള്ള ആ തോട്ടിനെ നമ്മൾ എന്താണ് ബിൽഡ് ചെയ്തെടുക്കുക. ഇതാണ് ഇന്റർപേഴ്സണൽ എഫക്റ്റീവ്നെസ്സിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ഇതിൽ തന്നെ ഇന്റർപേഴ്സണൽ ആയിട്ട് നമ്മൾ ഡിബേറ്റിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾസ് ആണ് ഡിയർമാൻ എന്ന് പറയുന്നത്. അപ്പോ ഡിയർമാൻ എന്ന് പറയുമ്പോൾ പിന്നെ അത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി പോലെ നമ്മൾ എന്താണ് ക്ലയന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഡിയർമാനിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളത് ഡി എന്ന് പറയുമ്പോൾ എന്താണ് ഡിസ്ക്രൈബ് ആണ്. ഡിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ക്ലയന്റിനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്താണ്, ഒരു കൗൺസിലിംഗ് സെഷനിൽ ഈ ഒരു DBT ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, ഡിയർമാൻ ടൂൾസ് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, അവിടെ നിന്നാണ് ഒരു പേപ്പറിൽ ഡിയർമാൻ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയും ഇതൊരു ഈ ഒരു തെറാപ്പിയിലെ ഒരു ടൂൾസ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് നമ്മളെ കൗൺസിലിംഗ് പ്രോസസ്സിങ് പോവേണ്ടത്. അപ്പോൾ ഡിയറിലേക്ക് വരുമ്പോൾ എന്താണ് ഡി എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ആണ്. ആ ഒരു നിലവിലുള്ള ക്ലയന്റിന്റെ നിലപാട് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള പ്രയാസങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊരു വിവരണങ്ങൾ തരിക എന്നുള്ളതാണ് ഈ ഒരു ഡി എന്ന് പറയുമ്പോൾ. ഇനി ഇ എന്ന് പറയുന്നത് എന്താണ് എക്സ്പ്രഷൻ. കാരണം അവിടെ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുക. നിങ്ങളുടെ തോന്നലുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ് പോകുന്നത്. അതേ സമയത്ത് എ എന്ന് പറയുന്ന അസേർട്ട്. കാരണം അതിനായിട്ടുള്ള ഈ ഒരു മുമ്പ് നടന്നിട്ടുള്ള പല പ്രയാസങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഉറച്ച തീരുമാനം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയുക. ആ തീരുമാനം അവിടെ എഴുതാൻ പറയുക. പിന്നെ അതേപോലെ ആർ എന്ന് പറയുന്നത് എന്താണ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. കാരണം ഇത് ചെയ്തതിന്റെ ഈ ഒരു തെറാപ്പിയിൽ ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ എന്താണ് അതിന്റെ റിസൾട്ട് നമുക്ക് ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതാണ് ഡിയർ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് റിസൾട്ടിലേക്ക് പോകുന്നത്. നമ്മൾ ഈ ഒരു തെറാപ്പിന്റെ അടുത്ത സെഷനിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂറ്റി മാനിലേക്ക് വരുന്നു. മാൻ എന്ന് പറയുന്നതാണ് മൈൻഡ്ഫുൾനെസ് ആണ്. എം എന്ന് പറയുമ്പോൾ മൈൻഡ്ഫുൾ. അവിടെ നമ്മൾ ക്ലയന്റിനെ പഠിപ്പിക്കുക എന്താണ്, ഏതൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലും ദുരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാലും ആ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കാതെ അവിടെ നിന്ന് പോരാടാൻ ശ്രമിക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ട് റെസ്പോൺസിങ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എ എന്ന് പറയുന്നത് അപ്പിയറൻസ് കോൺഫിഡൻസ്. വളരെയധികം എന്താണ് ആത്മവിശ്വാസത്തോടു കൂടി ആളുകളോട് ആ NPD ഉള്ള ആളുകളോട് മുഖത്തേക്ക് നോക്കി സംസാരിക്കുക. എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇത്രയും കാലമായി നിങ്ങൾ മാത്രം പറയുന്നത് കേട്ട് ഞാൻ ജീവിക്കുന്നു, ഇനി ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല എന്നുള്ള ഒരു തോട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കുക.
N എന്ന് പറയുന്നത് നെഗോഷിയേഷൻ ആണ്. അവിടെ എന്താണ് ആവശ്യമുള്ള ആളുകളെ, അല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് നമുക്ക് എന്താണ് പുറത്തുനിന്ന് ആൾ, നേരത്തെ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി സേഫ്റ്റി ആയിട്ട് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകൾ വരുന്ന സമയത്ത് എന്താണ്, അങ്ങനത്തെ ആളുകൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഇവർക്ക് ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്നായിട്ട് ഒരു ഡിസ്കഷൻ നടത്തുന്ന ഒരു ഏരിയയാണ് ഡിയർമാൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഫാസ്റ്റ് ഇതിനെ വിശദമായിട്ട് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തു തരാം എങ്ങനെയാണ് ആ ഒരു കേസിലേക്ക് പോവുക എന്നുള്ളത്. പിന്നെ അടുത്തത് ഫാസ്റ്റ് എന്ന് പറയുന്നതാണ്, F എന്ന് പറയുന്നത് നീതി പാലിക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും എന്താണ് ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്ന സമയത്ത് അയാളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അവിടെ എന്താണ്, ഇപ്പൊ നമ്മൾ ചില സമയത്തെങ്കിലും ഒരു സൈലന്റ് ആയിട്ട് ഇരിക്കാൻ അവരോട് പറയും. അയാൾ ഈ NPD എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നുള്ളത്. എന്ന് പറയുന്നതാണ് താൽക്കാലികമായിട്ടൊരു അപ്പോളജൈസ് പറയുക. ഇപ്പൊ മുമ്പ് ഒരു കേസിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത്, ഒരു NPD വല്ലാത്ത പ്രശ്നങ്ങളുള്ള സമയത്ത് രാവിലെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ടൂൾസ് എന്താണ് പറഞ്ഞ, ഭാര്യയോട് എന്നും രാവിലെ അയാൾ എഴുന്നേൽക്കുന്ന സമയത്ത് പോയിട്ട് ഒരു ചായ കൊടുക്കുക, ഒരു ഗുഡ് മോർണിംഗ് പറയുക എന്നുള്ളതാണ്. എന്നും അടിയും പിടിയും നടക്കുന്ന ഒരു ഫാമിലിയൊക്കെ ഒരു സുപ്രധാന ഒരു ദിവസം ഭാര്യക്ക് ചായ ആയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ചായ എടുത്ത് മുഖത്തെറിയുക. ഇത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയും, ചായ ഇപ്പൊ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു മാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്നാലും കുഴപ്പമില്ല, അയാൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവണ്ടേ വിചാരിച്ചിട്ട് ഞാനും തയ്യാറാണ് എന്ന് ആ ക്ലയന്റ് പറഞ്ഞു. അപ്പൊ എന്താണ്, ഏകദേശം 13 ദിവസം അവർ പറഞ്ഞു ഞാൻ ചായ കൊണ്ട് കൊടുത്തു എന്നാണ്. 13 ദിവസം കൊടുത്ത സമയം 10ഉം അയാൾ ചായ എടുത്തെറിഞ്ഞതാണ്. പിന്നെ ഒരു ദിവസം ആ ചായ കുടിച്ചു. പിന്നെ 2-ാം ദിവസം എന്താണ്, എന്റെ മുമ്പിൽ വന്ന് ചിരിച്ചു, എന്റെ മുഖത്തേക്ക് ഒന്ന് ചിരിച്ചു. 13-ാം ദിവസം അയാൾ തിരിച്ച് എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നീട് 14-15 ദിവസങ്ങളിൽ അയാൾ എന്നെ ഫോൺ എടുത്ത് വിളിച്ചു എന്നുള്ളതാണ്. ഇതേപോലെയാണ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ്, ഒരു ക്ലയന്റിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് ആ ക്ലയന്റിന്റെ കൂടെ ജീവിക്കണം എന്നൊരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർ നമ്മുടെ ജീവിതകാലം മുഴുവൻ ആവശ്യമുണ്ടെന്ന് ഇയാൾക്ക് വിക്ടിമിന് തോന്നുകയാണ്. അപ്പൊ എന്താണ്, നമ്മൾ തന്നെ പതിയെ പതിയെ അയാളൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ SC എന്ന് പറയുന്നത് എന്താണ്, അവർക്കുണ്ടാവുന്ന ഈ ഒരു ക്ലയന്റിന്റെ മൂല്യങ്ങൾ എന്താണ് നമ്മൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിട്ട് അവരെ അതിന്, നിങ്ങൾക്ക് ഇങ്ങനത്തെ മൂല്യങ്ങൾ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണ്, നിങ്ങൾ ഇങ്ങനെ തകർന്നു പോവേണ്ട ഒരാളല്ല. പിന്നെ അതേപോലെ എന്താണ്, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ആ പ്രശ്നങ്ങൾ അത് വിചാരിച്ച് പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ അവിടെ കൊണ്ട് കളയേണ്ട ആവശ്യമില്ല. എന്താണ്, പ്രയാസങ്ങൾ മനസ്സിലാക്കുക, അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങുക, ആ സിറ്റുവേഷൻ സ്വയം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ഒരു T എന്ന് പറയുന്നത് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള എന്താണ് എപ്പോഴും സത്യമായിട്ട് തന്നെ ആളുകളോട് പറയുക. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ആളുകളോട് എന്താണ് ഒരു മാനിപ്പുലേഷനും ഇല്ലാതെ നിങ്ങൾ എന്താ സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം സത്യം പറയുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. അല്ലാതെ നിങ്ങളും കുറച്ച് കളവും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്, അതിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ പിന്നീട് കൺഫ്യൂഷൻ ആവും, ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് എന്താണ് ആ ഒരു ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളിലേക്ക് നമ്മൾ കൊണ്ടുപോകാം. ഇനിയിപ്പോ ഗിവ് എന്ന് പറയുമ്പോഴാണ്, ഗിവ് എന്ന് പറയുമ്പോൾ അവിടെ G എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് എന്താണ് ജെന്റില്, നമ്മൾ അവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. ഈ പരസ്യമായിട്ടുള്ള ആ ഒരു കുറ്റപ്പെടുത്തൽ, കാരണം NPD ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പ്രതികരിച്ചു തുടങ്ങി, അത് മറ്റുള്ള ആളുകൾ നമ്മൾ തന്നെ തെറാപ്പി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അയാളോടൊന്ന് പ്രതികരിക്കണമെന്ന്. അപ്പൊ ഒരു 4-5 ആൾക്കാരുള്ള മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലയന്റ് പറയാണ്, പരസ്യമായിട്ട് അയാളെ അപമാനിക്കുകയാണ്, നിങ്ങളുടെ സ്വഭാവം ഇതാണ്, ഒരിക്കലും മാറില്ല, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പൊ അവിടെ എന്താണ്, താൽക്കാലികമായി അങ്ങനെ പിന്നീട് ഒരു ആവർത്തന ശൈലി അവിടെ പാടില്ല. പതിയെ പതിയെ നേരത്തെ പറഞ്ഞതുപോലെ പതിയെ പതിയെ ഒരു അപ്പോളജീസ് ഒക്കെ പറഞ്ഞ് കരുണ കാണിച്ച് അയാളെ കൂടെ തന്നെ ലൈഫിലേക്ക് ചില മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ I എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് മീൻസ് എന്താണ്, ഈ ഒരു NPD ജീവിതത്തിൽ എപ്പോഴെങ്കിലും അയാളൊന്ന് തുറന്ന് പറയാൻ ഒരു സമയം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വിക്ടിമിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് വേണ്ടി ഒരു 5 നിമിഷമെങ്കിലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കാൻ നമ്മൾ പഠിപ്പിക്കും. എന്തെങ്കിലും ഒരാൾ ദിവസം പറയാണ്, നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ, നമുക്ക് അയാളെ ക്ലയന്റിനെ പഠിപ്പിക്കണം, നിങ്ങൾ അതിന് തയ്യാറാവണം. അത്ര ഒരു വിശ്വാസപരമായിട്ട് എന്തെങ്കിലും കാര്യമായിരിക്കും, ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. പിന്നെ അതേപോലെ V എന്ന് പറയുമ്പോൾ വാലിഡേറ്റ് ആണ്. അതായത്
മറ്റുള്ള ആളുകളുടെ അംഗീകാരങ്ങൾ, അതായത് അംഗീകാരങ്ങൾ, അനുഭവങ്ങൾ, അതായത് ചിലപ്പോ എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചിലപ്പോ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. ചിലപ്പോ ചില ക്ലയന്റ് വൈക്കും എന്റെ ജീവിതത്തിൽ മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത്, ബാക്കിയൊന്നും ഈ ഒരു ആൾക്കൊന്നും പ്രശ്നങ്ങളില്ല എന്നുള്ളത്. അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാവരുടെ ലൈഫിലും നിങ്ങളെ പോലെ തന്നെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് മാത്രമൊന്നല്ല ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളെ കൺമുമ്പിൽ ഇതേപോലെ അനുഭവിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഞാനും ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, ഞാൻ അതിൽ നിന്നും ഓവർകം ചെയ്ത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് എന്ന് വളരെയധികം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ്, എന്ന് പറഞ്ഞ ഈസി വേ ആണ് ഗിവിന്റെ മറ്റൊരു തരത്തിൽ. അപ്പൊ എന്താണ് അവിടെ ലളിതമായിട്ട് എന്താണ് ക്ലയന്റിനെ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സംസാരിക്കുക. എപ്പോഴും ചിലപ്പോ രണ്ടുപേരും അടിയായിട്ട് നടക്കുന്ന ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് മാക്സിമം എന്താണ് അവരോട് ഈ ഒരു സംസാരമൊക്കെ ലളിതമായിട്ട് ആ ഒരു ക്രൗഡ്നെസ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് ആളൊന്ന് ശാന്തമായിട്ട് സംസാരിക്കാൻ. ഇനിയിപ്പോ എല്ലാം പൂർണ്ണമായിട്ട് അകപ്പെട്ടു പോയിട്ടുള്ള ക്ലയന്റ് ആണെങ്കിൽ പതിയെ പതിയെ ഒന്ന് സംസാരിക്കാൻ പഠിക്കുക. സിറ്റുവേഷൻസ് എന്താണ് സംഭവിക്കുന്നത്, മറ്റുള്ള ആളുകൾ ചോദിക്കാൻ പറയുക. ഇതൊക്കെയാണ് ഈ ഒരു ടൂൾസിൽ നടക്കുന്നത്. ഇനി അടുത്തത് ഇമോഷണൽ റെഗുലേഷൻസ് ആണ്. DBT തെറാപ്പിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾസ് ആണ് ഇമോഷണൽ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും നമുക്ക് അവരെ ഉപയോഗിക്കേണ്ടത് അവരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സംശയങ്ങളാണ്. കാരണം ഉള്ളിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ, ചില സംശയാസ്പദമായിട്ടുള്ള ആ കാര്യങ്ങൾ അവരെ മനസ്സിൽ കുറെ അനുഭവിച്ചതിന് ശേഷം ഈ ഒരു ക്ലയന്റ് പറയുക അതൊക്കെ നിന്റെ തോന്നലാണ്, അങ്ങനെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് പതിയെ പതിയെ ഒരു ക്ലയന്റിന് എന്താണ് ഇയാൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, കുറച്ചൊക്കെ ഒരു മാറ്റമായിട്ടുള്ള ലൈഫിൽ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരുന്ന സമയത്ത് അവരുടെ ഫീലിങ്സ് എന്താണ് അവർക്ക് നിന്ന് സ്വയം തിരിച്ചറിയാനുള്ളത്, നിങ്ങളുടെ തോന്നുന്ന ചിന്തകൾ യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അവരെ വ്യക്തമായിട്ട് എന്താണ് നമ്മൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ബിഹേവിയർ മാനേജ്മെന്റിലെ ABC മെത്തേഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ ഉപയോഗിക്കാം. ABC എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആന്റിസിഡൻസി എന്ന് പറയുന്നതാണ് ഈ ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ ഈ ഒരു കുട്ടിക്ക് ബിഹേവിയർ ഇഷ്യൂസ് ആയിട്ട് വരുന്നതിന് മുമ്പ് ഈ കുട്ടി എങ്ങനെയായിരുന്നു. അതിനുശേഷം B എന്ന് പറയുന്നത് ബിഹേവിയർ, ആ കുട്ടി എന്ത് ബിഹേവിയർ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്, ആ ബിഹേവിയർ കാരണം എന്താണ്. C എന്ന കോൺസിക്വൻസസ്, ആ കുട്ടി എന്താണ് അനുഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കുട്ടി എന്താണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് പക്ഷെ ഇവിടെ DBTയിലേക്ക് വരുമ്പോ എന്ന് പറയുമ്പോ എന്താണ്, ഏറ്റവും കൂടുതൽ മോശമുണ്ടാകുന്ന സംഭവങ്ങൾ, ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി പറയുക എന്നുള്ളതാണ്. അപ്പൊ അതിലെന്താണ് Bയിലേക്ക് വരുന്ന ബിലീഫ്സ് ആണ്. അതായത് ആ ഒരു സംഭവം നടന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ്, എന്തൊക്കെ വിശ്വാസങ്ങളാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത്. ഇനിയിപ്പോ Cയിലേക്ക് വരുമ്പോ എന്താണ് കോൺസിക്വൻസസ്, അതുമൂലം നിങ്ങൾ എന്തൊക്കെയാണ് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ളത്, വൈകാരികമായിട്ട് എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവിച്ചത്, ആളുകൾ നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ചെന്ന സമയത്ത് നിങ്ങൾ വീട്ടുകാർ നിങ്ങളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സാധാരണയായിട്ട് DBTയിൽ ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ നമ്മളൊരു ആപ്ലിക്കേഷനിലെ ലെവലിൽ പോകുമ്പോൾ എന്താണ്, ഈ ഒരു A എന്ന് പറയുമ്പോൾ ആന്റിസിഡൻസിന് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്, അവിടെ അവരെ കൊണ്ട് തന്നെ നമ്മൾ എഴുതിപ്പിക്കണം. എപ്പോഴും ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ ഇവിടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ സംഭവത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരണമായിട്ട് എന്തെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോ Bയിലേക്ക് വരുന്ന അയാൾ സ്വയമായിട്ട് പറയാണ്, ശരിയാണ്, എന്റെ ചിന്തകളൊക്കെ ശരിയാണ്, എന്റെ പ്രോബ്ലം വളരെയധികം സെൻസിറ്റീവ് ആയിട്ട് നടക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് കോർ ബിലീഫുകൾ നടക്കുന്നുണ്ട്, കാരണം എന്റെ ഇമോഷൻസിനെ ഞാനൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ സാഹചര്യങ്ങൾ അവർ എഴുതാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എന്താണ് കോൺസിക്വൻസസ്, അവരനുഭവിച്ചിട്ട കാര്യങ്ങൾ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, അല്ലെങ്കിൽ വികാരങ്ങൾ മനസ്സിലാകാതിരിക്കുക, അല്ലെ കൺഫ്യൂസ്ഡ് ആവുക, കുഴപ്പത്തിൽ നിന്ന് മാറി നടക്കുക, അങ്ങനത്തെ പല പ്രയാസങ്ങളൊക്കെ നമുക്കിത് വേണമെങ്കിൽ പലതരത്തിലും കൊടുക്കാം ഈ ഒരു ABCD മെത്തേഡ്. പക്ഷെ ഇതിനെ റീഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഈ ഒരു തെറാപ്യൂട്ടിക് അലയൻസിലേക്ക് പോകുന്ന സമയത്ത് എന്ന് പറയുന്നത് അവിടെ റെസ്പോൺസ് ആണ്. ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ എതിർക്കാനാണ് നമ്മൾ ആദ്യം ചെയ്യിപ്പിക്കുക. നിങ്ങളോട് എന്താണ് അയാൾ ചെയ്യുന്നത് അതിന് എതിർപ്പ് കാണിക്കുക എന്നുള്ളത്.
ഇനിയിപ്പോ എന്താണ് റീഫ്രെയിമിലേക്ക് രണ്ടാം ബിയിലേക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കോർ ബിലീഫ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ റാഷണൽ ബിലീഫ്സ് ആണ് വരേണ്ടത്. അതായത് ഇത് എൻ്റെ ചിന്തയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ യാഥാർത്ഥ്യത്തെ ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് എന്താണ് എൻ്റെ വികാരങ്ങൾ എന്താണ്, ഞാൻ അനുഭവിച്ചിട്ട് ഈ ഇമോഷൻസ് ഒക്കെ എനിക്ക് എന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. താൽക്കാലികമായിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ഇതിനെതിരെ പ്രവർത്തിച്ചേ പറ്റൂ എന്നുള്ള ഒരു റാഷണൽ ബിലീഫിനെ നമ്മൾ അവരിലേക്ക് കൊണ്ടുവരണം. പിന്നെ സിയിലേക്ക് വരുന്നതാണ് അവിടെ ഒരു ന്യൂ കൺസെപ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കോൺസിക്വൻസസ് പകരം ഒരു ന്യൂ കൺസെപ്റ്റ്. കാരണം ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. ഏതൊരു സാഹചര്യം വന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, എൻ്റെ വികാരങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കൂടെ ആയിരിക്കണം ABC മോഡൽ കൊണ്ടുപോകേണ്ടത്. ഈ ഒരു DBT നമുക്ക് ഈ ഒരു ഒറ്റ മോഡൽ മതി. മറ്റു നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിയർമാൻ വേണമെന്നില്ല, പിന്നെ അതെ ഫാസ്റ്റ് വേണമെന്നില്ല, ഗിവ് അവേ ഒന്നും വേണമെന്നില്ല. പക്ഷെ ഈ ABC മെത്തേഡ് ഉപയോഗിച്ച് മാത്രം അവരെ റിയലൈസ് ചെയ്താൽ നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ക്ലയന്റിനെ മനസ്സിലാക്കും. അവരെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചോദിക്കുക, അവരതിൽ എന്താണ് നിലവിൽ അനുഭവിച്ച വികാരങ്ങൾ, പിന്നെ അതിനുശേഷം ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു, ആ ചുറ്റുപാട് ആളുകൾ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ വിശ്വസിച്ചു, ആരൊക്കെ വിശ്വസിച്ചില്ല എന്നിങ്ങനെ കാര്യങ്ങൾ അനുസരിച്ച് ആ ഒരു തോട്ട് പാറ്റേൺ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ എന്താണ് വളരെ റിസൾട്ട് ഉണ്ടാവും. ഇനി അടുത്തത് ഡിസ്ട്രസ് ടോളറൻസ് ആണ്. അതായത് ലൈഫിൽ ഒരുപാട് പിന്നെ ഈ വിഷമങ്ങളും സങ്കടങ്ങളും നടക്കുന്ന ഒരു പരമ്പര തന്നെ ആയിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവുക. അപ്പോ നമ്മൾ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ശക്തമായിട്ടുള്ള ഈ ഒരു വിഷമം അല്ലെങ്കിൽ വേദനകൾ എന്താണ് ഉടനടി പ്രതികരിക്കാനും ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞോളണമെന്നില്ല. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു ശക്തമായിട്ടുള്ള ആ ഒരു ഡിസ്ട്രസ് ഒരു വികാരങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് അതിനെതിരെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ്. വികാരങ്ങൾ വല്ലാതെ സങ്കടം വരുമ്പോ എന്താണ് കരയാതിരിക്കുക എന്നുള്ളതല്ല. കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ആ വികാരങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വരുന്നത്, എന്ത് സാഹചര്യത്തിലാണ്, ആരെന്ത് പറഞ്ഞിട്ടാണ്, ഇയാൾ എന്ത് പറഞ്ഞിട്ടാണ് എനിക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടായത്, ആ ഒരു വേദനയെ ആ സമയത്ത് വരുന്ന വേദനകൾ അവരൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. കാരണം പിന്നെ ഇതേ ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാകുമ്പോൾ സമയത്ത് അവർക്ക് ആ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു തവണ നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും, ആ സങ്കടമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി മനസ്സ് സൂക്ഷിക്കുക, അത് അനുഭവിക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ ഇതില് പിന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് എന്താണ് ഈ വേദന സ്വീകരിക്കുന്നത് പെട്ടെന്ന് നടക്കില്ല. എങ്കിൽ പോലും എന്താണ് അവന്റെ കൂടെ നമ്മൾ റിലാക്സേഷൻ മെത്തേഡുകൾ കൊടുക്കണം. അവർക്ക് ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു തുടർച്ചയായിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മൾ അവരെ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ ആക്ടിവിറ്റി മേഖലയ്ക്ക് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ആക്കി കൊടുക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ എന്താണ് അവർക്ക് എന്താണ് താല്പര്യമുള്ള കാര്യങ്ങൾക്ക് എന്താണ് മാക്സിമം എന്താണ് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും കുറെയൊക്കെ ഒരു ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ. കുറെയൊക്കെ അവര് മൂടിക്കെട്ടി വെച്ചതായിരിക്കും. തന്നെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ കൂടെ ഒന്ന് സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പോവാൻ, സ്വന്തം വീട്ടുകാരോടൊന്ന് സംസാരിക്കാൻ കുറെ ആഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ് അവിടെ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ അവര് ഇഷ്ടപ്പെടുന്ന അവര് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളൊന്ന് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനോഹരമായിട്ടുള്ള നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്, അതിനെ നിങ്ങൾ എന്തെങ്കിലും എപ്പോഴും ഓർമ്മിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിലെ സന്തോഷത്തെ കുറിച്ചിട്ട്, അതിനെന്തെങ്കിലും നിങ്ങൾ എന്റെ ലൈഫിന് ഇത് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡിസ്റ്റൻസ് ടോളറൻസിലൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇമോഷൻ അവരെ തടയുന്ന കാര്യങ്ങൾ എന്താണ്, അവരെ തടയാൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സാഹചര്യം പിടിച്ചു നിൽക്കുന്നതിനപ്പുറം എന്താണ് ഇമോഷൻസിനെ വേദനയായിട്ടും അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഏതെങ്കിലും നിമിഷത്തിലേക്ക് ഒന്ന് പാറ്റേണിലേക്ക് ഒന്ന് മാറിയിട്ട് ഒരു റിലാക്സേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക, അല്ലെങ്കിൽ ജേർണൽ എഴുതുക. എപ്പോഴാണ് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എന്താണ് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിൽ വേണമെങ്കിൽ ഈ ഒരു DBT ഉപയോഗിക്കുന്ന CBT ടിപ്പ് ആൻഡ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൂൾസുകൾ ഉണ്ട്. അതായത് സംഭവം നടക്കുന്ന സമയത്ത് ആ ചിന്തകൾ ടെൻഷൻ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക, എന്റെ ചുറ്റുപാടും എന്താണ് നടക്കുന്നത്. എന്നിട്ട് ആ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മെല്ലെ പതിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖം കഴുകുക, അല്ലെ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകിയിട്ട്, അല്ലെ തണുത്ത വെള്ളം കുറച്ച് വെള്ളം കുടിക്കുക, അന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക. ഇതൊക്കെ നമുക്ക് ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ടിപ്പ്, സ്റ്റോപ്പ്, റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്നൊക്കെ. ഏതൊരു സാഹചര്യം റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് എക്സസൈസും കാര്യങ്ങളും അതൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്.
ഇനിയിപ്പോ സെൽഫ് സൂത്തിങ് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് പാട്ട് കേൾക്കാനോ അവർക്ക് വേണ്ടി സമയം തന്ന മാറ്റി ഒരു സിനിമ കാണാനോ, പിന്നെ അതേപോലെ മറ്റുള്ള ആളുകളിൽ നിന്നും കൂടുതൽ ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ആരും ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ള ആളൊന്ന് ഫോൺ ചെയ്യാനോ, ഇതൊക്കെ എന്താണ് സാഹചര്യം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി ഇതൊക്കെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും ഫൈനലി ആയിട്ട് എന്താണ് ഇവിടെ ഒരു മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഈ NPD ഉള്ള ആൾ ഇപ്പോഴും കൂടെ തന്നെ ഉണ്ട്. ആൾക്ക് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ട്. ആള് സൈലന്റ് ആണ് കുറച്ചു കാലമായിട്ട്. ഈ ഒരു വിക്ടിമിന് കുറച്ച് സമാധാനം ഉണ്ട്. അപ്പോ വീണ്ടും ഒരു സൈക്കിള് വരാനുള്ള സാധ്യത ഉണ്ട്. അവിടെ ഒരു പവർ ഒരു കംബാക്ക് ഓഫ് പവർ എന്ന് പറയുന്ന സാധനം തിരിച്ചു വരികയാണ് അവിടെ. അവിടെ നമ്മൾ വളരെ ഡേഞ്ചർ ആണ്. ആ ഡേഞ്ചർ സിറ്റുവേഷൻ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കാൻ വളരെ മുമ്പത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോ ഇത് എങ്ങനെ വരികയെന്ന് വെച്ചാൽ ഐഡിയലൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഐഡിയലൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ NPD ആളുകൾ വീണ്ടും പതിയെ പതിയെ എന്താണ് പറഞ്ഞു തുടങ്ങും. എന്താണ്, നീ മുമ്പ് പറഞ്ഞിട്ടുള്ള എന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നിന്നെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്, അന്നൊക്കെ നീ എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവിച്ച സമയത്തൊക്കെ എന്താണ്, നീ വളരെയധികം സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ്, നിനക്ക് ഏതൊരു സാഹചര്യത്തിൽ നിനക്ക് സങ്കടമൊക്കെ സഹിക്കാൻ പറ്റൂലേ എന്നുള്ളൊരു അവസാനം ഒരു വെച്ചിട്ടുള്ള ചോദ്യമാണ്. നീ അത്തരക്കാരിയാണ്, അല്ലെങ്കിൽ എന്താണ്, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ടോക്ക് അവിടെ ഉണ്ടാവും. പിന്നെ അതേപോലെ എന്താണ്, അവർക്ക് എന്താണ് അസാധാരണ പെട്ടെന്ന് വന്നിട്ട് വല്ലാത്തൊരു സ്നേഹം പ്രകടനായിരിക്കും. പിന്നെ ചിലപ്പോ ചില സമയത്ത് പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നാളെ പുറത്തൊന്ന് പോയി ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ എന്താണ് ഫോൺ വിളിച്ചൊക്കെ ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുന്നതായി കാണാം. പിന്നെ അതേപോലെ അവിടെ ഇതിന് ലവ് ബോംബിംഗ് എന്നൊക്കെ പറയാം. പെട്ടെന്ന് അസാധാരണമായിട്ട് എന്താണ് ഒരു സ്നേഹം അങ്ങോട്ട് കൊടുക്കുക. കാരണം മുമ്പൊന്നും ഇല്ലാത്ത, കാരണം ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, എന്റെ സ്വഭാവം പഴയതൊക്കെ മാറ്റം ഉണ്ട് എന്നുള്ളതിൽ അറിയിക്കാനോ, അല്ലെങ്കിൽ എന്താണ് ഈ മാറുന്ന സ്വഭാവം എന്താണ് എനിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റൂല. ക്ലയന്റ് തന്നെ തീരുമാനിക്കുകയാണ്, NPD ഉള്ള ആള് എനിക്ക് ഈ ബുദ്ധിമുട്ടായിട്ട് പോയാൽ അവളെ മുമ്പിൽ ഞാൻ താഴ്ന്നു പോകും, അല്ലെങ്കിൽ എന്താണ് ഞാനൊരു മോശക്കാരനായി പോകുന്നുള്ള ചിന്തത കൊണ്ട് ഐഡിയലൈസ് അവിടെ വരാനുള്ള സാധ്യത. പിന്നെ പതിയെ പതിയെ എന്താണ് അവര് ആ പവർ കാണിച്ചു കൊടുക്കും. പണ്ടത്തെ പോലെ അധികാരങ്ങൾ ഈ പാർട്ട്ണർ അടുത്ത് കാണിച്ചു തുടങ്ങും. പിന്നെ അതേപോലെയാണ് ഡിവാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, വില കുറച്ച് കാണുക. മറ്റുള്ള ആളുകൾക്കും പഴയതുപോലെ തന്നെ എന്താണ് ആളെ വളരെയധികം മോശമായിട്ട് കാണും. എന്ത് കാര്യം വീട്ടിൽ ഒരു ചായ കാച്ചി കൊടുത്താൽ അതിൽ പഞ്ചസാര ഇല്ല, അല്ലെങ്കിൽ ഒരു കറി എന്തെങ്കിലും വെച്ചാൽ അത് ഉപ്പില്ല, ചപ്പാത്തിക്കാണ് ചപ്പാത്തി വെന്തിട്ടില്ല, ചോറാണെങ്കിൽ പഴയതുപോലെ വെന്തിട്ടില്ല. ഇങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും പരാതി പറയുന്ന ഒരു രീതി. എന്ത് ചെയ്താലും ആൾക്ക് പിടിക്കാൻ പറ്റൂല. എന്താണ്, പഴയതുപോലെ വീണ്ടും തനിയാവർത്തനം നടക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അയാൾ വെൽ പ്ലാൻഡ് ആയിട്ട് തുടങ്ങുന്ന ഒരു ഏരിയയാണ് അബ്യൂസ് സൈക്കിൾ റീസ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഡിസ്കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോ ചില ക്ലയന്റ് പറയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ നീ പോയിട്ട് ജീവിച്ചോ, നിന്റെ കൂടെ നീ ഒരുപാടായി കഷ്ടപ്പെടുന്നു, അല്ലെ എനിക്കൊരു സമാധാനം വേണം. ക്ലയന്റ് തന്നെ പറഞ്ഞു, നിന്റെ കൂടെ ജീവിച്ചതിനാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നീ എന്നെ ഒന്ന് ഉപേക്ഷിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചൊന്ന് പുറത്തിറങ്ങി 5 മിനിറ്റ് ആയി, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, അതൊക്കെ നീ തെറ്റായിട്ട് കരുതണ്ട, അന്ന് നമ്മളെ ലൈഫിൽ അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആള് തിരിച്ചും വരും. ഇതേപോലെ നിരന്തരമായിട്ട് മാനസികമായിട്ട് ഒരു ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും അവിടെ കൊണ്ടുപോവുക. ഇപ്പൊ ഡെസ്ട്രോയ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരെ ജീവിതത്തിലുള്ള അവർക്ക് എല്ലാ കാര്യങ്ങളും എവിടൊക്കെയാണോ ഈ ഒരു വിക്ടിമിന് പോസിറ്റീവ് ആയിട്ട് കിട്ടുന്ന സാധ്യതകൾ ഉള്ളത്, അതിനുള്ള ഏരിയകളൊക്കെ ഇയാള് മുടക്കും. ചിലപ്പോ ഇവരെ കുറിച്ച് നിരന്തരമായിട്ട് പഴയതുപോലെ കുറ്റം പറഞ്ഞു തുടങ്ങും. അയാൾക്ക് ചിലപ്പോ ഇവരെ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് ആരൊക്കെ ഉണ്ട് അവരുമായിട്ടൊന്ന് വഴക്കിടും. ഇവരെ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ ചിലപ്പോ ഇയാളെ കാര്യമൊക്കെ അറിഞ്ഞു തുടങ്ങി എന്ന് മനസ്സിലാക്കിയാൽ തന്നെ എന്താണ്, അവിടെ പോയിട്ട് പ്രതികരിച്ചാൽ അവരുമായി കുറച്ച് അവിടുത്തെ വീട്ടുകാരൊക്കെ ചോദിക്കാൻ വന്നു, നാട്ടുകാരൊക്കെ ഒന്ന് അറിഞ്ഞു വന്നാൽ അവരൊക്കെ ഇയാളെ ശത്രുക്കളാക്കി അവരെ മുമ്പിലൊക്കെ മോശക്കാരാക്കുന്ന ഒരു രീതിയിൽ ഒരു പ്ലാനിങ് കൂടി അവിടെ നടക്കും. പിന്നെ ഫൈനലി ഹോവർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഈ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആള് ചിലപ്പോ വൈഫ് ഇയാളെ വിട്ടുപോയി വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുക. നിരന്തരമായി ഫോൺ വിളിച്ചു കൊടുക്കുക, ഭയങ്കര സങ്കടത്തോടു കൂടി കാര്യങ്ങൾ പറയാം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല,
കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നീന്റെ ആ ഒരു പഴയകാല ഓർമ്മകളൊക്കെ കുറെ എടുത്തിട്ട് ആളെ നിരന്തരമായിട്ട് എന്താണ് മാനസികമായി പറഞ്ഞ അതിന് ചിലപ്പോ ഈ ഒരു വ്യക്തിയും വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ ആ സമയത്തായിരിക്കും നല്ലൊരു പഴയ ഒരു പാട്ടൊക്കെ പാടി കൊടുക്കുക ആള്. അപ്പൊ പാട്ട് കേൾക്കുമ്പോ ഇയാള് കുറെയൊക്കെ മാറിയുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ, കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്ലയന്റ് പതിയെ പതിയെ വീണ്ടും ഇയാളെ വിശ്വസിക്കും. പിന്നെ ചിലപ്പോ ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാന്നൊക്കെ പറയും വന്നിട്ട്. ചിലപ്പോ മാപ്പ് പിടിച്ചെന്നും വരും. കാരണം അവിടെ ഒക്കെ പുതിയൊരു അഭിനയമാണ്. അവിടെ നമ്മള് ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബൗണ്ടറി സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ബെസ്റ്റ് ടൂൾസ് റെസ്പോണ്ടിങ്. അയാളുമായിട്ട് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. ഏതൊരു സാഹചര്യം വന്നു കഴിഞ്ഞാലും അതിനെ പ്രതികരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയമായിട്ട് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഓക്കെ ആണോ? Yes, Okay, yes. Yes, sir. Yes, sir. ഓക്കെയാണ് സർ. ഓക്കെ. ഇതിൽ ഇനി നമുക്ക് നിങ്ങളെ ഓരോ എന്തൊക്കെ ഇന്റർവെൻഷൻ നമുക്ക് ചേർത്താം? ഇനി ഓരോരുത്തർക്കും NPD നമ്മൾ പഠിച്ച പല മേഖലയിൽ കൂടെ കടന്നു പോകാനുള്ള പല ഇന്റർവെൻഷൻ ആയിരിക്കും പ്ലാൻ ചെയ്യുക. ഇപ്പോൾ CBT കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും, DBT കൊടുക്കുന്ന RBT, പല തെറാപ്പികൾ കൊടുക്കും. ഇതൊക്കെ പുറമെ എന്താണ്, നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് എപ്പോഴും വേണം. ഒരു തെറാപ്പി ഇല്ലാത്ത, പണ്ടൊക്കെ നമ്മുടെ നാട്ടില് ചില കാരണന്മാരുണ്ട്, അവരാണ് യഥാർത്ഥത്തിലുള്ള കൗൺസിലേഴ്സ്. ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് തെറാപ്പി CBT പഠിച്ചിട്ടാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ സിമ്പിളായി ഹാൻഡിൽ ചെയ്യുന്നത് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു NPD കേസ് പണ്ടേ മുതലുള്ളതാണ്. പക്ഷെ അവര് ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷന് ഞാൻ മുമ്പ് എന്റെ ചെറുപ്രായത്തിൽ, പക്ഷെ ഞാനിപ്പോ അത് NPDയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. പുള്ളിക്കാരൻ എന്റെ നാട്ടിൽ എൻ്റെ ഒരു ഫാദറിന്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. അവന്റെ മൂത്താപ്പ എന്ന് പറയും. അപ്പൊ പുള്ളിക്കാരൻ ഇതേപോലെ നിരന്തരമായിട്ട് ഒരു കേസ് വന്ന സമയത്ത് വീട്ടിൽ വല്ലാത്ത ഉപദ്രവമാണ് ഈ പെൺകുട്ടിക്ക്. അപ്പോ നാട്ടുകാര് പറഞ്ഞ് വിശ്വസിക്കുന്നില്ല, കുടുംബക്കാര് പറയുന്നത് വിശ്വസിക്കുന്നില്ല. അപ്പോ അന്നത്തെ കാലത്ത് മൊബൈലൊന്നും ഇല്ലല്ലോ. അന്നത്തെ വീഡിയോ എടുത്തേക്കാനും പറ്റില്ലല്ലോ. അപ്പോ ഇവര് പറഞ്ഞു കൊടുത്തത് എന്താണ്? മൂത്താപ്പ ജീവനോടില്ല, പക്ഷെ ആ ക്ലയന്റ് ജീവനോടുണ്ട്. എനിക്ക് പിന്നീട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാര്യം, നിങ്ങൾ എന്തെങ്കിലും തെളിവിന്റെ ആളുകൾ കാണുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണം. അങ്ങനെ എന്ത് ചെയ്തു? ഇയാള് വീട്ടിലുണ്ടാകുന്ന പ്രശ്നത്തില് ഈ വീട്ടിലെ കുട്ടീന്റെ ഉമ്മനെ ആരും അറിയാതെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. ആള് ഒരു റൂമിൽ വെച്ചു. വീട്ടിൽ പ്രശ്നം ഉണ്ടായി. ഇത് വീട്ടിൽ അറിയുന്നത്. എന്നിട്ട് ആ ഉമ്മ കാണണം, കണ്ണുകൾ കൊണ്ട് വീട്ടിൽ എന്താണ് നടക്കുന്നത്, ഏത് രീതിയിലാണ് ഇവരെ ഉപദ്രവിക്കുന്നത്, അത് പുറമെ പോയി പറയണം. കാരണം കണ്ടതായിട്ട് എന്താണ്, ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അയാളുടെ മുമ്പിലൂടെയാണ് ഇമ്മ ഇറങ്ങി പോകുന്നത്. അപ്പൊ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ NPDന്റെ ഒരു വളർച്ച പതിയെ പതിയെ താവാനും സാധ്യതയുണ്ട്, കൂടുതൽ വയലന്റ് ആവും. ഇതേപോലെയാണ് നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒരു ബേസിക് ആയി തെറാപ്യൂട്ടിക് അലയൻസ് തെറാപ്പി ഒരു ശൈലി വെച്ച് തന്നെ പോകണ്ട. നമുക്ക് നമ്മുടേതായിട്ട് ഒരുപാട് ശൈലികൾ ഉണ്ടാവും. ആ ശൈലികൾ ഉപയോഗിച്ചിട്ട് പല കേസുകളിലേക്കും വന്ന് കൊടുക്കുക. ഞാൻ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ഗുഡ് മോർണിംഗ് പറയലൊക്കെ എൻ്റെ ഒരു തോട്ടാണ്. അത് എൻ്റെ ഒരു സാറ് പറഞ്ഞിട്ടുള്ള കാര്യം. ആ ക്ലയന്റിനോട് ഇങ്ങനെ ഒന്ന് ചെയ്തു, എല്ലാ ദിവസവും ഒരു ചായയായിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു 15 ദിവസം 20 ദിവസം അങ്ങനെ ചെയ്യിപ്പിച്ചു നോക്കുക. ചില മാറ്റങ്ങൾ ഉണ്ടോ നോക്കുക. ക്ലയന്റിന് തല്ല് കിട്ടും എന്നുള്ളത് നമ്മൾ ക്ലയന്റിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെ എന്താണ്, അവർ ഓരോരുത്തരും നമുക്ക് തരുന്ന ഒരു ഐഡിയാസുകളാണ്. അതേപോലെ പ്രത്യേകിച്ച് ഒരു NPD ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടേതായ കുറെ തീരുമാനങ്ങളും തിയറികളും സ്വയമായിട്ട് ആ കേസിലേക്ക് കൊടുക്കാൻ കഴിയണം. ഇതാണ് എനിക്കൊരു ഓവറോൾ ഇത് പറയാനുള്ളത്. പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതുകൂടി അറിയാം. സാറ് തന്നെ പറഞ്ഞോളൂ. വേണുഗോപാൽ സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, നിസാബ്ജി കണ്ടൻസ് വളരെ നന്നായിരുന്നു. ആൻഡ് ഞാൻ ആദ്യം പറയുന്നില്ല, എന്നുവെച്ചാൽ ഈ ടോപ്പിക് ഞാനും കുറെ ഗ്യാസ് ലൈറ്റിങ്ങിനെ കുറിച്ച് പലയിടത്തായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഞാൻ പിന്നെ വന്നതിനാണ് ഐ എം ഓപ്പൺ മൈൻഡഡ്. എനിക്ക് അറിഞ്ഞൂടാത്തതെല്ലാം പുതിയതെല്ലാം കിട്ടുമോ ആ ഒരു ഇതിലാണ് ഞാൻ വരുന്നത്. അങ്ങനെ എനിവേ യുവർ പ്രസന്റേഷൻ വാസ് വെരി ഗുഡ്. ഈ ഗ്യാസ് ലൈറ്റിംഗ് ഏറ്റവും കൂടുതൽ ദിവസവും ഗ്യാസ് ലൈറ്റിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. many people are not realizing. ഈ രാഷ്ട്രീയ വിവാദം, ഈ ചർച്ച ഉള്ള ചാനലിൽ കിടന്നില്ലേ, അവിടെ എല്ലാം ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഞങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റിംഗ് ദി ബ്ലെയിം. ഇങ്ങോട്ടും ഗ്യാസ് ലൈറ്റിംഗ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ പോളിറ്റിക്സിൽ. അതെ,
ഒന്നും വേണ്ട. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻസിഡന്റ് ആ പെഹൽഗാം, ഇവിടെ ഞാൻ ഫാക്ട്സ് ആണ് പറയുന്നത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ഫാക്ട്സ്. ഇവിടെ റിലീജിയൻ കൊണ്ടുവരരുത്. റിലീജിയൻ കൊണ്ടുവന്ന പ്രശ്നമാണ്. അപ്പോൾ അവിടെ തന്നെ ഇത്രയും പേരെ കൊന്നു, 26 ടൂറിസ്റ്റുകളെ ടെററിസ്റ്റ് എന്ന് പറഞ്ഞവിടെ തന്നെ അവിടെ നിന്ന് പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യ തന്നെയാണ് ഇത്രയും പേരെ കൊന്നിട്ട് യു ആർ ബ്ലെയിമിങ് ദി പാകിസ്ഥാൻ. ഇവര് തന്നെ ഇവിടെ ചെയ്തിട്ട് ബ്ലെയിം ചെയ്യുന്നു. അതാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഗ്യാസ് ലൈറ്റിംഗ്. We didn't do that one. You did that one. And you are trying to blame us. ഇത് സ്ഥിരം നടക്കുന്നതാണ് ഇത്. അതുകൊണ്ട് വേറെ എവിടെയും പോകണ്ട ഗ്യാസ് ലൈറ്റിങ്ങിനെ. എന്നിട്ട് ഈ മീഡിയ എന്ന് പറയുന്നവര് അവര് ഈ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ഉസ്താദുകളാണ് ഈ ജേർണലിസ്റ്റ് എല്ലാം. നേരത്തെ പറഞ്ഞു എന്തോന്നാണ് ട്വിസ്റ്റിംഗ് ദി വേർഡ്സ്. ആ ട്വിസ്റ്റിംഗ് ദി വേർഡ്സിന്റെ വാർത്തയെ വളച്ച് ഒടിക്കുന്നവരാണ് ഈ മീഡിയ. പറഞ്ഞതിനെ ഒന്ന് മാറ്റി അതിന്റെ ടോൺ എല്ലാം മാറ്റി പറയുന്നവരാണ് മീഡിയ. അതുകൊണ്ട് എനി മീഡിയ, വേറെ മെയിൻ സ്ട്രീം മീഡിയ, പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഇത് അതുകൊണ്ട് ഞാൻ അധികം കടക്കുന്നില്ല. ഏതായാലും ഈ ഇരിക്കുന്ന ഇത്രയും പേര് വന്നിട്ടുള്ളവര് ഇദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ വീഡിയോ വരുമ്പോൾ ഒന്നുകൂടെ അല്ല 2-3 തവണ കാണണം. എന്തായാലേ അത് ഡീപ്പായിട്ട് ഉള്ളിൽ കയറത്തുള്ളൂ. എന്നിട്ട് ഒരു സജഷൻ മാത്രമേ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ കുറെ ആക്രോണിംസ് ഇട്ടു. ആ ആക്രോണിംസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു സ്ലൈഡ് കാണിക്കാമായിരുന്നു. ആദ്യം തന്നെ നിങ്ങൾ ഇട്ടല്ലോ കുറെ ഗീവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓരോന്നും പറയുന്നതിന് അതുപോലെ ഫാസ്റ്റ് അതിന്റെ ആ ഓരോന്നും ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമായിരുന്നു. That's all what I want to say. Okay, thank you. Right. കാരണം PPT ഒരുപാട് ലോങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായി. പക്ഷേ അറ്റ് ദി സെയിം ടൈം അത് അങ്ങനെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ കാണുമ്പോൾ ഓർമ്മ വരത്തില്ല എന്തോന്നാണ്. അതെ. താങ്ക് യു ഫോർ സജഷൻ. ഓക്കെ, എന്താണ് സൂസൻ മാം, എന്താണ് മനസ്സിലായിട്ടുള്ളത്? നമുക്കൊരു ക്ലയന്റിനെ നിങ്ങളെ എക്സ്പീരിയൻസ് ഉണ്ടോ NPD? സാറേ, ഈ നമ്മള് ഇവരുടെ എവിഡൻസ് ശേഖരിക്കും പറഞ്ഞില്ലേ, എന്നിട്ട് നമ്മൾ പറയുമ്പോ ഇവരതിനെ റെസിസ്റ്റ് ചെയ്യും, വയലന്റ് ആവും. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത്? പക്ഷെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ അങ്ങനെ പറയുന്നോണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ അതോ കൂടുതൽ ഒപ്പോസ് ചെയ്യാണ് ചെയ്യുക? ഇവിടെ എവിഡൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു വേയിൽ കൂടെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, ഒരു ക്ലയന്റിനോട് പറയാണ്, വിക്ടിംസ് നിങ്ങൾ ഈ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത്. ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിൽ ഇടാനോ സോഷ്യൽ മീഡിയയിൽ ഇടാനോ അല്ല മൊത്തത്തിൽ ആൾക്കാരെ കാണിക്കാനോ ഒന്നുമല്ല. അവരുടെ സ്വയം സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. ഈ വീഡിയോ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ NPDന്റെ കുടുംബത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അയാൾക്ക് സുഹൃത്തുക്കൾ ഏറ്റവും ആരാണുള്ളത് അല്ലെങ്കിൽ ഏറ്റവും റിലേറ്റീവ് ആയിട്ട് എന്തെങ്കിലും അവരെ പോയിട്ട് കാണിച്ചു കൊടുക്കുക. കാരണം മുമ്പ് ഇതൊന്നും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ആ വിശ്വസിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു വീഡിയോ ഒന്നൊരു തവണ എടുത്താൽ പോലെ പല തവണയായിട്ട് എന്താണ് ആള് വീട്ടില് ഈ ഒരു മൊബൈൽ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ കൊണ്ട് തന്നെ എടുപ്പിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്. എന്നിട്ട് എന്താണ് ആരെങ്കിലും കുടുംബത്തിൽ കാരണന്മാർ അവരെ കാണിക്കുക. ഇതാണ് വീട്ടിൽ നടക്കുന്ന സംഭവം. ഇത് കേട്ടിട്ട് എന്താണ് ആ കണ്ട ആളെന്താണ് NPD ഉള്ള ആളുകൾ പോയി ചോദിക്കണം, ഇങ്ങനെ വീട്ടിൽ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു ശ്രുതി ഞങ്ങൾ കേട്ടു, അത് സത്യമാണോ? ഇനിയിപ്പോ അയാൾ നിരാകരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം ചിലപ്പോൾ ഞങ്ങൾ കണ്ടതായിട്ട് ഞങ്ങൾ അവിടെ വന്ന സാഹചര്യം നമ്മളൊരാളെ അറിയുന്നത് കണ്ടിട്ടുണ്ട് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടെ ഒരു ചലഞ്ചസ് അയാൾക്ക് ഉണ്ടാവും. എങ്ങനെ? ആ ചലഞ്ചസ് മീൻസ് അയാൾ എന്റെ കാര്യങ്ങൾ പതിയെ കുടുംബത്തിലുള്ള ഒരു നാട്ടുകാരും അറിഞ്ഞു കൊടുങ്ങി. ആ അറിഞ്ഞു കൊടുക്ക തൽക്കാലം ഞാനൊന്ന് സൈലന്റ് ആവാം. ആ സൈലന്റ് ആവുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ട്രീറ്റ്മെന്റ് ആരംഭിക്കേണ്ടത്. അതേസമയത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോനെ പറ്റി പറഞ്ഞു, ആള് ചെന്നാണ് ഇപ്പൊ അവിടെ കൂടുതലായിട്ട് വയലന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. രണ്ടും നമ്മൾ കാണും, നെഗറ്റീവും കാണണം പോസിറ്റീവ് ആണ്. കാരണം വയലന്റ് ആവുന്ന സമയത്താണെങ്കിൽ നമ്മുടെ എന്താണ് പൂർണ്ണമായിട്ട് ആ വിക്ടിംസിന് അയാളുമായിട്ട് എന്താണ് നേരത്തെ പറഞ്ഞിട്ടുള്ള എൻഡ് ഓഫ് ദ ടോക്സിക് റിലേഷൻഷിപ്പ് അവിടെ താൽക്കാലികമായിട്ട് അയാളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ റിസൾട്ട് ഉണ്ടാവും.
ഓക്കെ. ഇതൊന്നും വീഡിയോ എടുത്ത് നമ്മൾ അവരെ മോശമാക്കി പബ്ലിക്കായിട്ട് ഇടുക എന്നല്ല അർത്ഥം. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരാരെങ്കിലും ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അറ്റ്ലീസ്റ്റ് ഒരു തെറാപ്പിക്ക് പോകുമ്പോൾ ഒരു കൗൺസിലറെങ്കിലും അറിയാൻ വേണ്ടിയിട്ടെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കണം. അതെ. അപ്പൊ അവരതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവരാ ഒരു എന്താ പറയാ ഡിഫൻസ് മെക്കാനിസത്തിൽ അവര് ലൈവ് പറയും. അങ്ങനെ അതെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ അതെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവർക്ക് എവിഡൻസ് ബേസ് ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം. അവർക്ക് തന്നെ അപ്പൊ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കും. അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കണം ഇതെന്താണ് സംഭവം. പിന്നെ പതിയെ പതിയെ എന്താണ് കാണിച്ചു ശേഷം അയാളൊന്ന് അടങ്ങി നിൽക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ ആണെങ്കിൽ അയാൾക്കൊരു മൊബൈലൊക്കെ എന്താണ് ഒരു അറിയാത്തൊരു കോൾ എന്നൊക്കെ ഒരു ഈ NPD സിംറ്റംസ് ഉള്ള വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. എന്താണ് NPD, ഇയാളെ കൊണ്ട് മറ്റുള്ള അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്, അതൊരാൾ കാണുന്ന രീതിയിൽ അറിയാത്തൊരു നമ്പർ തുടക്കത്തിൽ. പിന്നീട് പെണ്ണത് കാരണം ഇതൊരു കേസിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ അയാൾ എന്താണ് ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നമ്മളുമായിട്ട് കോണ്ടാക്ട്, ഇതിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ എന്താണ് നമ്മളവിടെ തെറാപ്പികൾ ആരംഭിക്കും. അയാളുമായിട്ട് കൗൺസിലിംഗ് ചെയ്യും. അയാളെ പൂർണ്ണമായിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിക്കും. കേൾക്കുക എന്ന് പറയുന്നത് അയാൾക്ക് ചിലപ്പോൾ ഒരുപാട് പൊട്ടിത്തെറികൾ ഉള്ളിലുണ്ടാവും. ഒരു മുമ്പ് വർഷങ്ങളോളം കേൾക്കാനുള്ള പരാതികൾ ഉണ്ടാവും. അതൊക്കെ കേൾക്കാൻ നമ്മളായിട്ട് ഒരു സുഹൃത്തായിട്ട് തന്നെ കൂടെ നിന്ന് കൊടുക്കുക. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ അന്ന് അംഗീകരിച്ചു കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ അതിലെ ചെറിയ ചെറിയ അയാൾക്കുണ്ടാകുന്ന അറിവുകൾ എന്താണ്, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലാണ് അത് മാറി. ഇതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. എല്ലാം പെർഫെക്ഷൻ ആയി കഴിഞ്ഞാൽ എന്താണ് ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാകാൻ പറ്റില്ല. നമ്മളൊന്ന് ചില സമയത്ത് നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകണം എന്നൊക്കെ ഒരു എഡ്യൂക്കേഷൻ വ്യക്തമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പതിയെ പതിയെ, പെട്ടെന്നല്ല കേട്ടോ, ഒരു വർഷമൊക്കെ എടുക്കും. പതിയെ പതിയെ ഇങ്ങനെ നമുക്ക് എന്താണ് അയാളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിസാബ് സാർ അതേപോലെ പിന്നെ ഈ പറയൂ. വിക്ടിം വയലന്റ് ആവാനുള്ള കാരണം. ഹലോ, കേൾക്കുന്നുണ്ടോ? പറയൂ കേൾക്കുന്നുണ്ട്. വിക്ടിം വയലന്റ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ കണ്ടെത്തുന്നുണ്ടല്ലോ. അപ്പൊ അത് പിന്നെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ. അവിടെ തെറ്റിദ്ധാരണയാണോ? അതെ, വിക്ടിം ആയിരിക്കല്ലോ നമ്മൾ എടുത്ത് വരിക. NPD ഉള്ള ഒരാൾ നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് അവരെ കൊണ്ടുവന്നാലല്ലാണ്ട് വരില്ല. അപ്പൊ വിക്ടിം എന്താണ് അയാൾ അനുഭവിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ആ അനുഭവ സമ്പത്തും കഷ്ടപ്പാടുമായിട്ട് നമ്മുടെ അടുത്ത് മുമ്പിൽ വരുന്നത്. അപ്പൊ ആ വിക്ടിമിന് എന്തൊക്കെ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. വ്യക്തമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ റിപ്പോർട്ട് അവിടെ അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക. അവിടെ ABC മെത്തേഡൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു മോഡലൊക്കെ ഉപയോഗിച്ചിട്ട് അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇമോഷൻ എന്തൊക്കെയാണ്, അയാൾ മനസ്സിലുള്ള വിശ്വാസങ്ങളും തെറ്റായിട്ടുള്ള ചിന്തകളൊക്കെ എന്തൊക്കെയാണ്, ആ സംഭവത്തിൽ അയാൾ മനസ്സിലാക്കിയത് എന്താണ്, ഇതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ചോദിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു കേസ് കൺസെപ്ച്വലൈസേഷൻ തന്നെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിസാബ്ജി. പറയൂ. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ, ഞാൻ ഇപ്പോഴും റിട്ടയർഡ് ആണ്, കംപ്ലീറ്റ്ലി റിട്ടയർഡ്. വർക്ക് ചെയ്യുന്ന അവസാനത്തെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടെ ഞാൻ അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഈ ഡിസ്ക്രിമിനേഷൻ, ഹറാസ്മെന്റ് എല്ലാം വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആന്റി ഡിസ്ക്രിമിനേഷൻ, ആന്റി ഹറാസ്മെന്റ് കുറെ ലോസും പോളിസിയും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ സായിപ്പല്ലാത്തവരെ പല രീതിയിൽ ഹറാസ് ചെയ്യും. അപ്പൊ അങ്ങനെ എനിക്ക് വന്ന ഹറാസ്മെന്റ് ഇപ്പൊ ഈ ഗ്യാസ് ലൈറ്റിംഗ്, നേരത്തെ പറഞ്ഞ ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അതായത് അവരെന്ത് ചെയ്യുന്നു, എന്റെ സൂപ്പർവൈസർ എന്നാ പിടിച്ചോ മെമ്മോ തരുന്നു, നിങ്ങളെക്കുറിച്ച് കുറെ രോഗികൾ, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ റൂഡാണ്, നിങ്ങൾ അതാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരൊരു മെമ്മോ, ഇനി നാളെ മുതൽ ഇതുപോലെ കംപ്ലൈന്റ് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയാണ് ഇവര്. അപ്പൊ ഇങ്ങനെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഡൗട്ട് വരും, കൺഫ്യൂഷനാണ് നമ്മുടെ ഇതിനെക്കുറിച്ച് തന്നെ. ശരിയാണോ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും തന്നെ. പക്ഷേ എങ്ങനെ ഇത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസ് വന്നിട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ്, ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ട് തന്നെ കോംപ്ലിമെന്റ് തരാനായിട്ടുള്ള കുറെ ഫോംസ് ഉണ്ട്. അപ്പൊ അതിൽ എനിക്ക് കുറെ പേര് വരുന്നുണ്ട്, കോംപ്ലിമെന്റ് ചെയ്യാണ്. ഓ ഡോക്ടർ എഡിയാർ, യു ഹാവ് ബീൻ വെരി നൈസ് ആൻഡ് യു ഹാവ് ബീൻ സോ നൈസ് ആൻഡ് താങ്ക് യു ആൻഡ് മറ്റേന്ന് പറഞ്ഞ് ഇങ്ങനെ കുറെ. അപ്പൊ ഇവിടെ ഗ്യാസ് ലൈറ്റിംഗ്, ഇവിടെ നമ്മുടെ ഇത് വരുന്നുണ്ട്, മറ്റേ അവിടെ നേരെ ഇത് ചെയ്യുന്നു. അപ്പൊ അതാണ് എന്നെ ഹെൽപ്പ് ചെയ്ത്. ആൻഡ് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. അടുത്ത മിക്കവരും അറിയാമോ,
ഇനി വേറൊന്നും കൂടെ ഞാൻ പറയാം. ബെസ്റ്റ് തിങ് അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി അവരെ മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ബെസ്റ്റ് തിങ് എൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ്. മാരീഡ് ലൈഫ് ആണെന്ന് വെച്ചാൽ മൈ അഡ്വൈസ് ഇസ് എൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ്. മറ്റൊരു പിന്നെയും പറഞ്ഞ അവർ വിടത്തില്ല, മാറത്തില്ല. അതേപോലെ ഇവിടെ ഞാൻ തന്നെ എൻഡ് ചെയ്യാനായിട്ട് ഐ തോട്ട് ഓഫ് റിസൈനിങ് ദാറ്റ് ജോബ് ആൻഡ് ലീവിങ് ദാറ്റ് പ്ലേസ്. അവർ മാറത്തില്ല, ഇങ്ങനെ ഹരാസ് ചെയ്യാണ്. പക്ഷേ അതിനെ അവർ വിടുന്നില്ല. അതാണ് തമാശ. അത് പറ്റാത്ത രീതിയിൽ അവർ ട്രാപ്പ് ചെയ്തു. ദെൻ ഐ എൻഡ് അപ്പ് നേരെ ലീഗലായിട്ട് കോടതിയിൽ തന്നെ കേസുമായിട്ട് ഒരു 7 കൊല്ലം ഫൈറ്റ് ചെയ്തു. ഞാൻ ആ കേസ് ജയിച്ചു. അതുകൊണ്ട് ഈ ഗ്യാസ് ലൈറ്റിങ് അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതിനൊക്കെ വെറുതെ നമ്മുടെ സമയവും എനർജിയും കളഞ്ഞ് ജീവിതം പാഴാക്കുന്നതിന് പകരം ഒന്ന് അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും, മലബന്ധവും പുലബന്ധവും എല്ലാം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച്. താങ്ക് യു. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ പറഞ്ഞതുപോലെ പല സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ, ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുട്ടികളൊക്കെ ആയി എനിങ്ങനൊക്കെ മതി, അല്ലെങ്കിൽ എന്താണ് ഞാനിനി എവിടെ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മലയാളികൾക്ക് ഉള്ളതാണ്. സങ്കടങ്ങളുള്ളതാണ്. ഞാൻ ഇയാളെ വിട്ട് എങ്ങനാ മുന്നോട്ട് യാത്ര ഉള്ളത്, എനിക്ക് എവിടെ ഒരു ജോലി കിട്ടും. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളൊക്കെ മറന്നിട്ട് ആവശ്യമില്ലാത്ത ഞാൻ എവിടെയും ഒന്നും എത്തിപ്പെടില്ല എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിവേ താങ്ക് യു സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കാം. പറയൂ. സാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ സെഷനിൽ പറഞ്ഞിട്ടുള്ള വിക്ടിംസിനെ ഹീൽ ചെയ്യാനുള്ള മെത്തേഡ്സ് അല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഈ എന്താ പറയാ NPD ഉള്ള ഇതുണ്ടാവില്ലേ ആൾക്കാര്, അവരെ മാറ്റാൻ പറ്റൂല? അവരെ മാറ്റേണ്ടതാണ്. നമ്മൾ അതും കൂടി ചർച്ച ചെയ്തിട്ടുള്ളത്. തൽക്കാലം എന്താണ് നമ്മുടെ ഈ ഒരു അവരെ പൂർണ്ണമായിട്ടൊരു ലൈഫിൽ നിന്നും നമ്മൾ പറഞ്ഞില്ല, ഓരോ ടൂൾസ് വെച്ചും അങ്ങനെ ഒരു ലൈഫിൽ നിങ്ങളെ മുമ്പിലുണ്ടെങ്കിൽ റെസ്പോൺസ് പ്രതികരിക്കാൻ പഠിക്കുക. അവരെന്താണ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത്, അതിനെന്താണ് പ്രൊവോക്കേറ്റ് ചെയ്യുക, എന്തിനും എന്താണ് നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുക. ആ സിറ്റുവേഷൻ നമ്മൾ ജീവിക്കുക എന്നുള്ളത്, അല്ലാണ്ട് അവർ പൂർണ്ണമായിട്ടും അടിയും പിടിയും കേട്ടിട്ട് അവരെ കാൽക്കിടയിൽ ജീവിക്കുക എന്നുള്ളതല്ല. നമ്മൾ പ്രതികരിച്ച് പഠിക്കുക. അങ്ങനെ പ്രതികരിച്ച് പഠിക്കുമ്പോൾ എന്താണ് അവർക്ക് തോന്നി തുടങ്ങണം, ഇയാളത്തിന് ഇപ്പൊ പഴയതുപോലെ ഒന്നും നടക്കില്ല, അയാളൊന്ന് നന്നായി തുടങ്ങി എന്ന് വിചാരിച്ചാൽ എന്താണ് അവിടെ നമ്മൾ സക്സസീവ് ആണ് ഈ ഒരു വ്യക്തിയും. അങ്ങനെ NPD നടക്കൂ. അതിപ്പോ ഞാനൊരു NPD ആണെങ്കിൽ എന്റെ വൈഫിന് ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോ അവിടെ പക്ഷെ ശരിക്കും അങ്ങനെയല്ല, തിരിച്ചിങ്ങോട്ടാ കിട്ടുന്നത്, അത് വേറെ. അപ്പോ അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് അവര് എന്നും ഇങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം കേട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്താണ് അവർക്കൊരു മാറ്റം ഉണ്ടാവില്ല. അതേ സമയത്ത് അവര് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നോട് 4 ചാട്ടം ചാടുകയാണ്. നിങ്ങളെങ്ങനെ അങ്ങനെ പറയുക? അതിങ്ങനെ ശരിയാവുക? ഞാൻ പറയുന്നത് കൊണ്ട് കേൾക്കണ്ടേ? ഞാൻ നിങ്ങളെ പാർട്ട്ണറല്ലേ? നിന്റെ കുടുംബവും ഞാൻ നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത്? എന്റെ തീരുമാനം വാല്യൂ ഉള്ളതാണ്, എനിക്ക് ആവശ്യമുള്ളത് നിങ്ങൾ വാങ്ങി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ ഇയാളെ MPD ഒക്കെ മണ്ണാങ്കണ്ടായിക്കോളും. റെസ്പോൺസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ക്ലയന്റിനെ ചെയ്യേണ്ടത്. ആദ്യം പ്രതികരിച്ച് പഠിക്കുക. എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? മുമ്പ് ഒരു കേസിൽ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ദുബായിൽ ഒരു കേസ് വന്ന സമയത്ത് ആ ക്ലയന്റിന് വല്ലാത്ത NPD ഹൈ ആയിട്ട് മകനാണ്. പക്ഷെ അയാൾ ഒറ്റ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളത്, അയാളുമായി സംസാരിച്ച് കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് അയാൾ ഉപ്പ ഒരു NPD ആയിരുന്നു, അത് കണ്ട് വളർന്നിട്ടുള്ളതാണ് മകനും. അപ്പോ ആ മകന്റെ എന്ന് പറയുന്നത് ഉമ്മ എന്നും അടിയും കിട്ടുന്നതും ചവിട്ടുമൊക്കെ ഉള്ളത് കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ട് വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോ ആ ഒരു ചോദ്യം മകൻ എന്നോട് ചോദിച്ചത്, കൗൺസിലിംഗ് സെഷനിൽ ചോദിച്ചത്, ഉമ്മ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? വർഷങ്ങളോളം ഉപ്പാന്റെ ചവിട്ടും കുത്തുമിട്ട് അനുഭവിക്കുകയാണ്, എന്തുകൊണ്ടാണ് അയാൾ പ്രതികരിക്കുക? ഉമ്മക്ക് എന്താണ് അവകാശങ്ങളില്ലേ, നീതി ഇല്ലേ, ഇവിടെ ഒന്നും പോലീസുകാരില്ലേ? അതൊക്കെയാണ് ഇയാൾ ചോദ്യം. കാരണം ഇയാളെ NPD എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിൾ NPD ആണ്, അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന്. പക്ഷെ അയാൾ കണ്ടു വളർന്നിട്ട സിറ്റുവേഷൻ അതാണ്. സ്വന്തം ഉമ്മ ഒന്നിനും പ്രതികരിക്കാതെ ആ ജീവിതം അങ്ങ് തീർക്കുകയാണ് ഈ ഒരു ഏജ് വരെ. അങ്ങനത്തെ ക്ലയന്റുകൾ എന്താണ് നമ്മൾ പ്രതികരിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിലുള്ളത്. സാർ, എന്റെ അഭിപ്രായത്തിൽ ഇത്തരം
പിന്നെ ഹറാസ്മെന്റും കാര്യങ്ങളൊക്കെ കുറയാനാണ് ചാൻസ് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഗേൾസ് കൂടുതൽ ഫിസിക്കലിയും കൂടി മുൻകരുതൽ എടുക്കുന്നുണ്ട്. കരാട്ടെ, കുൻഫു അതെ പോലത്തെ. അതെ അതൊക്കെ പഠിച്ച് 2 ചവിട്ടും കുത്തൊക്കെ കൊടുത്താൽ ആളൊന്ന് അടങ്ങിക്കോളും. അതെ 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 അതെ. പക്ഷെ അത് ശ്രദ്ധിക്കണം, കരാട്ടൊക്കെ രാത്രി കത്തി എടുത്ത് കുത്തി വന്നാലേ അതും ഉറങ്ങുന്ന സമയത്തായിരുന്നു ഇത് വയലന്റ് ആവുക എന്നുള്ളത് നമ്മൾ അറിയണം. വീട്ടിലാ നടക്കണത്, നാട്ടുകാരും കാണൂല, പുറത്തും കാണൂല. ഇപ്പൊ ഇന്നത്തെ ഒരു കേസിൽ നമ്മൾ ഇപ്പൊ അത് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന്റെ വാർത്ത നമ്മൾ കണ്ടില്ലേ, സ്വന്തം ഭാര്യനെ അയാള് ഒരു കത്തി എടുത്ത് കത്രിക എടുത്ത് കുത്തിക്കൊന്നു. എന്നിട്ട് അയാള് 4-5 ദിവസമായിട്ട് ഒളിവില്, കേരളത്തിൽ എവിടെയാണെന്ന് അറിയില്ല, വ്യക്തമായി ഞാൻ കേട്ടില്ല. ആ ഒരു വാർത്തന്റെ അടിഭാഗത്തൂടെ വന്ന ഹെഡ്ലൈന്. അപ്പൊ അയാൾ ഇന്ന് ആത്മഹത്യ ചെയ്തു. അതേപോലെയാണ് രാത്രി ഭാര്യ കിടക്കുന്ന സമയത്ത് ഒരു കത്തിയായിട്ട് വന്ന് കുത്തി ആരോ എന്തറിയാം, അത് കത്രിക കൊണ്ടാണ് അയാളെ കൊന്നിട്ട്. അപ്പൊ സ്വന്തം ഭാര്യയെ എന്താ പ്രശ്നം എന്നറിയില്ല. പക്ഷെ അവിടെയൊക്കെ എന്തെങ്കിലും റിലേഷൻഷിപ്പുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അത് NPD ആണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഇൻസിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത തിരിച്ചും കിട്ടും. ഭാര്യയ്ക്ക് ഒരു NPD ആണെങ്കിൽ ചിലപ്പോൾ അയാൾ എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ട് പിന്നെ എങ്ങനെ അയാൾക്ക് ഒരു ആശ്വാസം നേടുക എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വിഷം കലക്കി കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇവർ ചെയ്യും. പറയാൻ പറ്റില്ല, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. NPD ഉള്ളവരൊക്കെ ഇനിയിപ്പോ ഈ ഒരു ഇന്ന് തന്നെ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് സൂക്ഷ്മമായിട്ട് സ്വന്തം ഭാര്യയെ ഭർത്താവിനെ ഇവക്കെങ്ങാനും അല്ല ഇവനെങ്ങാനും ഉണ്ടോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. സംശയാസ്പദമായ ലൈഫിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഇതൊന്നും നമ്മളെ പോലുള്ള ആളുകൾക്കൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ചുറ്റുപാടുകളിൽ കുറേ ആളുകളുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന. അവരെ നമ്മൾ തിരിച്ചറിയുക, അവർക്ക് നമുക്ക് മെന്റലി സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് എന്താണ് ഓരോ സമയത്തും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അവരെ അവരെ ജീവിതത്തിൽ അങ്ങനെ തള്ളിവിടാൻ, നമ്മൾ അറിഞ്ഞിട്ടും അവരെ ജീവിതത്തിൽ തള്ളിവിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറേ ഗുഡ് ഈവനിങ്. ഓ ഗുഡ് ഈവനിങ്, പറയാം. ക്ലാസ് വളരെ എഫക്റ്റീവ് ആയിരുന്നു, നല്ല ക്ലാസ് ആണ്. പിന്നെ ഉം. പിന്നെ എനിക്ക് പറയാനുള്ള, സാറ് പറയുന്ന പോലെ നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ശരിക്കും റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജി. ഉം. അത് അതെ കണ്ടിന്യൂസ് ആകുമ്പോൾ അവർക്ക് മനസ്സിലാവും. നമ്മളെ ഇപ്പം പാർട്ട്ണർ നല്ല ബോൾഡാന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ മൈൻഡ് ഫുൾനെസ് ആയിട്ട് അവർ വേറൊരു വഴിയിലോട്ട് തിരിച്ചു വിടുമ്പം അതിനകത്ത് സ്റ്റേൺ ആയിട്ട് തന്നെ നിന്ന് നമ്മൾ ആൻസർ പറയുക, അല്ലെ റെസിസ്റ്റ് ചെയ്യുക. അതൊരു എഫക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് തോന്നി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് ഇനി ആരെയും പറയുന്നുണ്ടോ? സൂസൻ മാം എന്താ പറയുന്നുണ്ടോ? ഞാൻ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ. actually looking forward to attending the session. The only problem is ഞാൻ വേറൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ ആഴ്ച ഇപ്പം 8-9 അതിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ ഇത് അതുമായിട്ട് കോൺഫ്ലിക്റ്റ് വരില്ലേ? അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത സെഷനിൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാവുമല്ലോ. ഉണ്ട്, എല്ലാ ആഴ്ചയിലും നമുക്ക് ഉണ്ടാകും. വെബിനാർ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ ഉണ്ടാവും. അല്ല, വെബിനാർ അല്ല ഞാൻ പറഞ്ഞത്, CBT-യുടെ CBT-ന്റെ പുതിയ ബാച്ച് നാളെയാണ് തുടങ്ങുന്നത്. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് 8-9 ഈ ആഴ്ച ക്ലാസ് ഇതിന്റെ ടൈമിങ് 7 to 8 അല്ലേ? 7 to 8. പക്ഷെ 8 കഴിഞ്ഞാലും പിന്നെ കുറച്ചുകൂടെ ചിലപ്പോൾ പോകാൻ സാധ്യതയില്ല. അതെ. അല്ല, ഫ്രീ വെബിനാർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു ദിവസമാണ്. ഇപ്പൊ മറ്റുള്ള ആളുകളുണ്ട്, നമ്മുടെ വർഷ മാം ഉണ്ട്, അവരൊക്കെ പല ദിവസത്തിലായിട്ട് പലതരത്തിൽ വെബിനാർ എല്ലാ ദിവസവും ഉണ്ടാവും. സമയത്തിന് നിർത്തി കേൾക്കുക. പെയ്ഡ് കോഴ്സ് ആണെങ്കിൽ എന്റെ CBT-ന്റെ 16ാമത്തെ ബാച്ച് നാളെയാണ് തോന്നുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 5 days ഉണ്ടാവും. അത് ഈ സമയം തന്നെയാണ്, 7 to 8:30 വരെ, 1.5 മണിക്കൂർ. അതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുമല്ലോ താമസിയാതെ. അതുണ്ടാവും, ആ ബാച്ചുകൾ വരും. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്ന കോഴ്സ് ഒരു 3 month കോഴ്സാണ്. ഈ മാസം കൊണ്ട് തീരുമാനിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു അറ്റൻഡിങ് യുവർ ക്ലാസ്, 5-day ക്ലാസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സാധാരണ 1 മണിക്കൂറാണുള്ളത്, 1.5 മണിക്കൂറായി. നല്ലൊരു ഇന്ററാക്ഷൻ സെഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഒരു പുതിയൊരു തെറാപ്പിയുമായിട്ട് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ടോപ്പിക് വരാം. ഇതുവരെ നമ്മൾ തെറാപ്പി തന്നെയാണ് കൊണ്ടുപോകാറ്. 16-17 തെറാപ്പികൾ പോയിട്ടുണ്ട്. നമ്മുടെ ഒരു അക്കാദമി ചാനൽ യൂട്യൂബിലുണ്ട്. പറ്റുന്ന ആളുകൾക്ക് ഒന്ന് കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, എനിവേ താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.